الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد صلى الله على محمد وعلى آله صلاة بلا عدد باقية إلى الأبد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ വർഷവും റബീഉൽ അവ്വൽ മാസം പാളയം ജമാഅത്ത് അങ്കണത്തിൽ പള്ളി അങ്കണത്തിൽ നടക്കുന്ന ഈ വിജ്ഞാന സദസ്സിൽ വളരെ ഗൗരവമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടാറുണ്ട്. ഈ വർഷം നടക്കുന്ന പ്രഭാഷണങ്ങളിലും ഗൗരവമാർന്ന പല വിഷയങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ അത് നേരിട്ട് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇന്ന് കുറച്ച് മഴ പെയ്ത ദിവസമാണ്. ജനുവരി ആദ്യ ആഴ്ച എന്ന ഒരു തണുപ്പും അന്തരീക്ഷത്തിലുണ്ട്. എന്നാലും ഒരു പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഈ സദസ്സിലെ സാന്നിധ്യം സാലിഹായ അമലായി സ്വീകരിക്കുകയും ധാരാളമായി പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന പണ്ഡിതൻ അല്ലാമ യൂസുഫ് അൽ ഖർദാവി പ്രൗഢമായ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. 1.5 ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് 10-15 കൊല്ലം മുമ്പാണ് അദ്ദേഹം ആ പുസ്തകം രചിച്ചിട്ടുള്ളത്. ആ പുസ്തകത്തിൻ്റെ പേര് ഉമ്മത്തുന ബൈന ഖർനൈൻ. നമ്മുടെ സമുദായം 2 നൂറ്റാണ്ടുകൾക്കിടയിൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. 21-ാം നൂറ്റാണ്ടിലേക്ക് ലോകം പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ അതിന് തൊട്ടു മുമ്പുള്ള നൂറ്റാണ്ടിനെ അവലോകനം ചെയ്തുകൊണ്ട് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ് ഉമ്മത്തുന ബൈന ഖർനൈൻ. കഴിഞ്ഞ നൂറ്റാണ്ടിനെ അവലോകനം ചെയ്യുക മാത്രമല്ല, വരാൻ പോകുന്ന നൂറ്റാണ്ടിനെ കുറിച്ചുള്ള ശോഭനമായ ചിത്രങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട് ആ പുസ്തകത്തിൽ. 20-ാം നൂറ്റാണ്ടിലേക്ക് ഇസ്ലാമിക സമൂഹം പ്രവേശിച്ചതെങ്ങനെ എന്ന് അദ്ദേഹം മനോഹരമായി ആ പുസ്തകത്തിൽ വരച്ചു കാണിക്കുന്നു. 20-ാം നൂറ്റാണ്ടിലേക്ക് ഇസ്ലാമിക സമൂഹം കടന്നു വരികയായിരുന്നില്ല. 20-ാം നൂറ്റാണ്ടിലേക്ക് ഇസ്ലാമിക സമൂഹത്തെ എടുത്തു കിടത്തുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ വായിച്ചാൽ മനസ്സിലാവുക. അതായത് 20-ാം നൂറ്റാണ്ടിലേക്ക് ഇസ്ലാമിക സമൂഹം പ്രവേശിക്കുമ്പോൾ അത് നിർജീവമായ അവസ്ഥയിലായിരുന്നു. അതിൻ്റെ മുഴുവൻ ശരീരഘടനയും നഷ്ടപ്പെട്ട കോലത്തിലായിരുന്നു. മുഴുവൻ ഓർഗാനിസവും നിശ്ചലമായ സ്വഭാവത്തിലായിരുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇസ്ലാമിക സമൂഹത്തെ ഒരു ശരീരമായി സങ്കല്പിച്ചാൽ ആ ശരീരത്തിൻ്റെ നട്ടെല്ല് എന്താണ്? ശരീരത്തിൻ്റെ നട്ടെല്ല് ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് എന്ന് പറയുന്ന വ്യവസ്ഥയാണ്. ഇസ്ലാമിക ഖിലാഫത്താണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ നട്ടെല്ല്. ഖിലാഫത്ത് ഇസ്ലാമിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം.
കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ അതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ. അലാ ലാ നബിയ ബഅദി, റസൂൽ പറയാണ്, കാനത് ബനൂ ഇസ്രായീൽ തസൂസുഹുൽ അംബിയാ കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു നബിയ്യുൻ. ഇസ്രായേൽ മക്കൾ അവരെ പ്രവാചകന്മാരായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. ഒരു പ്രവാചകൻ കാലയവരികൾക്കുള്ളിൽ മറയുമ്പോൾ മറ്റൊരു പ്രവാചകൻ രംഗത്ത് വരും. പ്രവാചകന്മാർക്ക് ശേഷം പ്രവാചകന്മാരാൽ നയിക്കപ്പെട്ട സമൂഹമാണ് ഇസ്രായേൽ സമൂഹം. അല ലാ നബിയ്യ ബഅദി, അറിയണം, എനിക്ക് ശേഷം പ്രവാചകന്മാരുണ്ടാവുകയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം പ്രവാചകന്മാരുണ്ടാവുകയില്ല. സയകൂനു ഖുലഫാഉ, എനിക്ക് ശേഷം ഉണ്ടാകുന്നത് ഖലീഫമാരായിരിക്കും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി റസൂലിന്റെ തിരുജടം മറവ് ചെയ്യുന്നതിന് മുമ്പ് കിബാർ സഹാബത്ത്, വലിയ സഹാബിമാരെല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കുകയാണ്. പ്രവാചകൻ അല്ലാഹുവിലേക്ക് യാത്രയായി, ഇനി ഈ ദീൻ കൊണ്ടു നടക്കുവാൻ ഒരു നേതൃത്വം ആവശ്യമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ലാ ബുദ്ദ ലിഹാദദ്ദീൻ മൻ യഖൂമു ബി അംരി ഹാദദ്ദീൻ. ഈ ദീൻ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി ഇല്ലാതെ നിവൃത്തിയില്ല, ഒരു ലീഡർഷിപ്പ് വേണം എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ വാചകമുണ്ട്, ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ഇമാറ വലാ ഇമാറത ഇല്ലാ ബിൽ ഇതാഅ. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ വലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ വലാ ഇമാറത ഇല്ലാ ബിൽ ഇതാഅ. അനുസരിക്കപ്പെടുന്ന ഒരു നേതൃത്വത്തോടു കൂടിയുള്ള ഒരു സംഘം എന്നുള്ള നിലയിലല്ലാതെ ഇസ്ലാമിനെ സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല. ഇപ്പൊ ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക സമൂഹങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഒരു നേതൃത്വം ആവശ്യമാണ്. ആ നേതൃത്വം ഏതാണ്ട് ദുർബലമായ ഒരവസ്ഥയിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് ഇസ്ലാമിക സമൂഹം പ്രവേശിച്ചത്. പേരിന് തുർക്കിയിൽ ഒരു ഖലീഫയുണ്ടായിരുന്നു. ആ നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയുടെ മധ്യത്തിൽ വെച്ച് ആ ഖിലാഫത്തും അസ്തമിച്ചു. അന്ന് ഖിലാഫത്ത് അസ്തമിച്ചു എന്നുള്ളത് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് ഖിലാഫത്ത് ലഹള എന്ന ലഹളയും ഖിലാഫത്ത് പ്രക്ഷോഭം എന്ന പ്രക്ഷോഭവും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾക്ക് ഖിലാഫത്തിനെ കുറിച്ചൊരു ഓർമ്മയില്ല. അത് പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു അനാവശ്യമായ കാര്യമാണ് എന്ന് പലപ്പോഴും നമുക്ക് തന്നെ തോന്നിപ്പോകാവുന്ന വിധത്തിൽ ഖിലാഫത്ത് എന്ന സമ്പ്രദായം വിസ്മൃതിയിലേക്ക് ആണ്ടുപോയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോ കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് ഇസ്ലാം പ്രവേശിക്കുന്നത് നട്ടെല്ല് തകർന്ന നിലയിലാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ മസ്തിഷ്കം ഏതാണ്? ഇസ്ലാമിക സമൂഹത്തിന്റെ മസ്തിഷ്കം എന്ന് പറയുന്നത് ഇജ്തിഹാദാണ്, ചിന്താശേഷി, ഗവേഷണ പാഠം. ഗവേഷണം നടക്കുന്നുണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, കാലാനുസൃതമായി ഇസ്ലാമിക വിഷയങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഇജ്തിഹാദ് ചെയ്യുക എന്നത് തെറ്റായ ഒരു കാര്യമാണെന്നും ഇജ്തിഹാദിന്റെ വാതിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അടഞ്ഞുപോയിരിക്കുന്നുവെന്നും ഇനി ആരും അത് തുറക്കാൻ ശ്രമിക്കേണ്ടതില്ലെന്നുമുള്ള വാദഗതി പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, ആരാണോ ഇജ്തിഹാദ് നടത്തേണ്ടത് ആ പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു. ഒരു സമൂഹത്തിൽ ഇജ്തിഹാദ് നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, ഗവേഷണം നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, അക്കാദമികമായ പ്രവർത്തനം നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ, ബുദ്ധിപരമായിട്ടുള്ള ആക്ടിവിസം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ആ സമൂഹത്തിന് തലയുണ്ടോ, തലച്ചോറുണ്ടോ? അപ്പോ തലച്ചോറും പ്രവർത്തനക്ഷമമല്ലായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് ഇസ്ലാമിക സമൂഹം പ്രവേശിക്കുന്നു. ഇസ്ലാമിക സമൂഹത്തിന് ഒരു പേശി വ്യവസ്ഥയുണ്ട്, ഒരു ആരോഗ്യ വ്യവസ്ഥയുണ്ട്. ആ ആരോഗ്യ വ്യവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിലെ ജിഹാദാണ്. ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമുദായം എന്നുള്ള നിലയിൽ അങ്ങനെ ജീവിച്ചു മരിച്ചാൽ മാത്രം പോരാ,
നമ്മുടെ കയ്യിലുള്ളത് അള്ളാഹുവിനാൽ നൽകപ്പെട്ട ഒരു ദർശനമാണ്, ഒരു ഇസ്ലാമാണ്. ഈ ഇസ്ലാം ജനങ്ങളുടെ മുമ്പാകെ എത്തിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാക്കുന്നത് ഇസ്ലാമാണ്. ജനങ്ങൾക്ക് നീതി നൽകുന്നത്, ജനങ്ങൾക്ക് കാരുണ്യം നൽകുന്നത് ഇസ്ലാമാണ്. ഈ ഇസ്ലാം ജനങ്ങളുടെ മുമ്പാകെ പ്രകാശിപ്പിക്കണം. ജനങ്ങൾക്ക് ഇതിന്റെ സുഗന്ധം അനുഭവവേദ്യമാകണം. ജനങ്ങളെ ഈ ആദർശത്തിലേക്ക് ക്ഷണിക്കണം, അവരെ കൊണ്ടുവരണം. എന്നിട്ട് ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സാമൂഹ്യ ക്രമം ഈ ലോകത്ത് വളർത്തിയെടുക്കണം. ആ സാമൂഹ്യ ക്രമത്തിലാണ് പൂർണ്ണമായ നീതി പുലരുക. ആ സാമൂഹ്യ ക്രമത്തിലാണ് എല്ലാവർക്കും ക്ഷേമം ലഭ്യമാവുക. ആ സാമൂഹ്യ ക്രമത്തിലാണ് അധസ്ഥിത ജനവിഭാഗങ്ങളുടെ മോചനം സാധ്യമാവുക എന്നുള്ള ഒരാശയത്തിൽ ഈ ആദർശത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി ത്യാഗപരിശ്രമങ്ങൾ അർപ്പിക്കുന്നതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഈ ജിഹാദ് എന്ന ആശയവും അപ്രസക്തമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതൊന്നും ബോധപൂർവം സംഭവിച്ചതല്ല. ഖിലാഫത്തിനെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു കളയാനുള്ള ജിഹാദി സ്പിരിറ്റ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഊരിയെടുത്ത് കളയുവാനുള്ള ആസൂത്രണം ശരിക്ക് പാശ്ചാത്യ ശക്തികൾ, സാമ്രാജ്യത്വ ശക്തികൾ നേരത്തെ നടത്തിയിട്ടുള്ള ഒരു ആസൂത്രണമാണ്. അവരാണ് ഈ രണ്ട് സാധനത്തെയും ഇല്ലാതാക്കിയത്. ജിഹാദി സ്പിരിറ്റ് മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു. മാത്രമല്ല ഇസ്ലാമിക ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ള സങ്കല്പം തന്നെ ഒഴിവാക്കി. അതിന് പല മെത്തേഡും അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു മെത്തേഡ് ഒരു പ്രവാചകനെ തന്നെ നിയോഗിക്കുക എന്നുള്ളതാണ്. സാധാരണ അള്ളാഹുവാണ് അംബിയാ മുസ്ലിങ്ങളെ നിയോഗിക്കാറുള്ളത്. എന്നാൽ മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന പ്രവാചകനെ നിയോഗിച്ചത് ബ്രിട്ടീഷുകാരാണ്. അങ്ങനെ നിയോഗിക്കുമ്പോൾ രണ്ട് ഉദ്ദേശങ്ങളെ അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഉദ്ദേശം ഇസ്ലാമിക ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ള സങ്കല്പം മാറ്റിമറിക്കുക. അദ്ദേഹം വന്ന് പറഞ്ഞത് ഭൗതിക വിഷയങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു ഖിലാഫത്ത്, അങ്ങനെ ഒരു ഖിലാഫത്ത് ഇസ്ലാമിൽ ഇല്ല. ആകെയുള്ളത് ഒരു ആത്മീയ ഖിലാഫത്ത് മാത്രമാണ് എന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോഴും അവർക്ക് ഖലീഫയുണ്ട്. ലോകത്തിന്റെ സാമൂഹ്യ ഘടനയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഖലീഫ. ഖലീഫ എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് പറയാനാണ് മുസ്ലിം സമൂഹത്തിൽ അവർ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. രണ്ടാമതായി അവർ പറഞ്ഞത് മക്ക വിജയത്തിന് ശേഷം പിന്നെ ജിഹാദിന്റെ പ്രസക്തിയില്ല എന്നാണ്. ഈ രണ്ട് സാധനവും കൂടി ഇസ്ലാമിൽ നിന്ന് ഊരിയെടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ നട്ടെല്ലൂരി, ഇസ്ലാമിന്റെ പേശി വ്യവസ്ഥ, ഇസ്ലാമിന്റെ ആ ആരോഗ്യ വ്യവസ്ഥ അത് തകർന്നു പോവുകയും ചെയ്യും. പിന്നീട് ഇസ്ലാമിന്റെ രക്തചംക്രമണ വ്യവസ്ഥയുണ്ട്. ആ രക്തചംക്രമണ വ്യവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് സക്കാത്താണ്. സക്കാത്തിനെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? സക്കാത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ സമ്പന്നരായ ആളുകൾ ദരിദ്രരായ ആളുകളിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സക്കാത്ത് അതല്ല. സക്കാത്ത് ഒരു ആഗോള വ്യവസ്ഥയാണ്, ഒരു ആഗോള സമ്പദ് വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. അതിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമല്ല ലക്ഷ്യമായി വെച്ചിട്ടുള്ളത്. ഫുഖറാ, മസാക്കീൻ എന്നീ ഇനങ്ങളുണ്ട് എന്നത് ശരിയാണ്. കടത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കണം എന്ന് പറയുന്ന ആശയവും ശരിയാണ്. അതൊക്കെ ഇതിലുള്ളതാണ്, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമാണ്. എന്നാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാത്രമാണോ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ല. എന്ന് പറയുന്ന ഒരു ഇനമുണ്ട്. അത് ഏതെങ്കിലും ഒരു സാധു വേറെ ഏതെങ്കിലും ഒരാളുടെ കീഴിൽ അടിമയായി നിൽക്കുന്നുവെങ്കിൽ അയാളെ മോചിപ്പിക്കണം എന്ന അർത്ഥത്തിൽ നമ്മൾ എടുക്കുമ്പോൾ അത് ചെറിയൊരു കാര്യമാണ്. എന്നാൽ ലോകത്തെവിടെ അടിമത്തത്തിന് മുഖം പേറുന്ന ജനതയുണ്ടോ ആ മുഖത്തിൽ നിന്ന് ആ ജനതയെ മോചിപ്പിച്ചെടുക്കുക എന്നുള്ളത് സക്കാത്തിന്റെ ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അതൊരു വലിയ ലക്ഷ്യമാണ്. വബിനിസ്സബീൽ എന്ന് പറയുന്നത് മുസാഫിരീങ്ങളായ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന നാണയത്തുട്ടികളാണെന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ സക്കാത്ത് എന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ അതല്ല. മറിച്ച്
ലോകത്തിന്റെ എവിടെ ഏതൊക്കെ ഭാഗങ്ങളിൽ അഭയാർത്ഥികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ, ആലംബമില്ലാത്ത, ആശ്രയമില്ലാത്ത, സ്വന്തമായി ഭൂമിയോ കിടപ്പാടമോ ഇല്ലാത്ത, സ്വന്തമായി ദേശമെന്ന് പറയാനൊന്നില്ലാത്ത ജനങ്ങൾ ലോകത്ത് എവിടെയൊക്കെ ജീവിക്കുന്നുണ്ടോ അവരെ എല്ലാവരെയും മോചിപ്പിച്ചുകൊണ്ട് അവർക്ക് ആശ്രയത്വമുണ്ടാക്കുക, ആലംബമുണ്ടാക്കുക, അവർക്ക് കയറി ചേരാൻ ഒരു നാടുണ്ടാക്കി തീർക്കുക, അതിന്റെ സ്വാതന്ത്ര്യം അവർക്ക് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് സക്കാത്തിന്റെ ലക്ഷ്യത്തിൽപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ മാർഗം എന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ സാമൂഹ്യ ക്രമത്തിന്റെ വികാസം, ആ വികാസത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് കേവലമായ ഒരു ദാനധർമ്മമല്ല, അതൊരു ആഗോള സമ്പദ് വ്യവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും ഖലീഫമാരുടെ കാലഘട്ടത്തിലും സക്കാത്ത് എന്നത് ഒരു ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെയായി പ്രവർത്തിച്ചിരുന്നു. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ പല പ്രദേശങ്ങളിൽ നിന്നും സക്കാത്ത് ധാരാളമായി കേന്ദ്രത്തിലേക്ക് വരുമായിരുന്നു. എന്നിട്ട് ചിലപ്പോൾ കണക്ക് നോക്കിയിട്ട് ഖലീഫ അങ്ങോട്ട് എഴുതും, പ്രവിശ്യകളിലേക്ക് എഴുതും, എന്തിനാണ് ഈ കാശ് മുഴുവൻ നിങ്ങൾ ഇങ്ങോട്ട് കൊടുത്തയക്കുന്നത്? പകുതി നിങ്ങളോട് അവിടെ തന്നെ ചെലവഴിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അവിടെ നിന്ന് പറയുന്ന മറുപടി, ഞങ്ങൾ പകുതിയുടെ ചെലവഴിച്ച് കഴിഞ്ഞിരിക്കുന്നു, അതിനുശേഷമുള്ളതാണ് അങ്ങോട്ട് അയക്കുന്നത്. എന്നിട്ടും പിന്നെ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവിടെ തോടുകൾ ഉണ്ടാക്കണ്ടേ, റോഡുകൾ ഉണ്ടാക്കണ്ടേ, നിങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കണ്ടേ? ആ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെലവഴിക്കേണ്ട കാശ് നിങ്ങൾ ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമായിരുന്നു എന്നുള്ളത്. കേന്ദ്ര ഭരണകൂടവും പ്രവിശ്യ ഭരണകൂടവും തമ്മിൽ നിങ്ങൾ എത്ര ഇങ്ങോട്ട് തരണം എന്നല്ല, നിങ്ങൾ എത്ര അങ്ങോട്ട് ചെലവഴിക്കണം എന്നുള്ള വിഷയത്തിൽ തർക്കിക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നു. അതിന് കാരണമായി തീർന്ന ഒരു സമ്പദ്ഘടനയാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇസ്ലാമിക സമൂഹത്തിന്റെ ശരീരത്തിൽ എല്ലാ ഭാഗത്തും നാനാ ഘട്ടങ്ങളിലും രക്തചംക്രമണം നടത്തുന്ന, സമ്പത്തിന്റെ ചലനം നടക്കുന്നതിനുള്ള, സമ്പന്നരിൽ മാത്രം സമ്പത്ത് ഒതുങ്ങിക്കൂടുകയും ചുറ്റിക്കറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇസ്ലാമിക സമൂഹത്തെ രക്ഷിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് സക്കാത്ത്. ഇനിയും ഈ ഇനത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാം. അപ്പൊ ഇസ്ലാമിക സമൂഹത്തിന്റെ നട്ടല് നഷ്ടപ്പെട്ടതിലെയും ഇസ്ലാമിക സമൂഹത്തിന്റെ മസ്തിഷ്കം നഷ്ടപ്പെട്ടതിലെയും ഇസ്ലാമിക സമൂഹത്തിന്റെ സംക്രമണ വ്യവസ്ഥയായ സക്കാത്ത് ചക്കാത്തായി തീർന്ന നിലയിൽ ഇസ്ലാമിന്റെ പേശി വ്യവസ്ഥ ഊരിയെടുക്കപ്പെട്ട നിലയിലാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് ഇസ്ലാമിക സമൂഹം പ്രവേശിക്കുന്നത് എന്ന് നമുക്ക് കാണാം. 1920കളുടെ മധ്യത്തിലെത്തിയപ്പോഴേക്കും ഖിലാഫത്ത് പൂർണ്ണമായി അവസാനിച്ചു. പിന്നീട് ലോകത്തുള്ള മുസ്ലിം സമൂഹം നേതൃത്വമില്ലാതെയായി, അനാഥരായി തീർന്നു. ആ സന്ദർഭത്തിലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിവിധ തരത്തിലുള്ള സംഘടനകളും പ്രസ്ഥാനങ്ങളും ജന്മമെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആഫ്രിക്കയിൽ നിന്ന് പ്രസ്ഥാനങ്ങൾ ഉണ്ടായി, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് പ്രസ്ഥാനങ്ങൾ ഉണ്ടായി, യൂറോപ്പിൽ നിന്ന് പ്രസ്ഥാനങ്ങൾ ഉണ്ടായി. അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഉടലെടുക്കുവാൻ തുടങ്ങി. വ്യത്യസ്ത ധാരകളിലുള്ള പ്രസ്ഥാനങ്ങൾ, സൂഫി മൂവ്മെന്റുകൾ, സലഫി മൂവ്മെന്റുകൾ, അതുപോലെ തന്നെ ഇഖ്വാനുൽ മുസ്ലിമൂനെ പോലെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയപ്പെടുന്ന വിഭാഗങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വിഭാഗങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജന്മമെടുക്കാൻ തുടങ്ങി. വ്യത്യസ്ത സ്വഭാവങ്ങളിലാണ് അവർ പ്രവർത്തിച്ചത്, വ്യത്യസ്ത ആശയഗതികളാണ് അവർ ജനങ്ങളുടെ മുമ്പാകെ വെച്ചത്. അവർ തങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയല്ല ഇങ്ങനെയെന്ന പറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും മൗലികമായി ഇസ്ലാമിക സമൂഹത്തിന്റെ ഉണർവിന് ഈ പ്രസ്ഥാനങ്ങളിൽ അധിക പ്രസ്ഥാനങ്ങളും കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ഭാഗത്ത് നൂറ്റാണ്ടിലേക്ക്
കടക്കുമ്പോൾ നിർജീവമായ അവസ്ഥയിൽ വന്ന ഈ പ്രസ്ഥാനത്തിന്, ഈ ഇസ്ലാമിക സമൂഹത്തിന് വ്യത്യസ്ത സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ, മതപ്രസ്ഥാനങ്ങളുടെ, നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ, പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പരിശ്രമ ഫലമായിട്ട് അല്പാൽപം ഉണർവ് വരാൻ തുടങ്ങി, അല്പാൽപം ജീവൻ വെക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന സ്വഭാവത്തിൽ പറയുന്ന പ്രസ്ഥാനങ്ങളാണ്. ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഉണ്ട്, അവയ്ക്കെല്ലാം അവയുടേതായ സംഗതിയുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ പൊതു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ, അവരുടെ ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടി വരുന്നത് ആ പ്രസ്ഥാനങ്ങൾക്കാണ് എന്ന് മാത്രമേ. അവരുടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്സ്, അവരുടെ നവോത്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കണം. അതിൽ ഒന്നാമതായി അവർ പറഞ്ഞത്, ഇസ്ലാം എന്നത് കേവലം ഒരു മതം അല്ല, അത് ഒരു സമ്പൂർണമായ ജീവിത വ്യവസ്ഥയാണ്. മതം രാഷ്ട്രീയം എന്ന പേരിൽ രണ്ടെണ്ണത്തെ വേർതിരിച്ചു നിർത്തി മതപരമായി മുസ്ലിമാവുകയും രാഷ്ട്രീയമായി ബാക്കി ഏതെങ്കിലും ആശയങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ള ഒരു സംഗതി ശരിയല്ല. അത് ഇസ്ലാമിന് പുറത്തുള്ള ആളുകൾ ഇസ്ലാമിനെ വൈകൃതമായി ചിത്രീകരിക്കാൻ വേണ്ടി ഇസ്ലാമിക സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഒരാശയമാണ്. സാമ്രാജ്യത്വ ശക്തികളാണ് അത് പ്രചരിപ്പിച്ചത്. അത് ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇസ്ലാമിൽ വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്തിരുന്നു. എല്ലാ വശങ്ങളിലുമുള്ള ഒരു ലീഡർഷിപ്പാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചത്. അതിന്റെ മാതൃകയായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിക്കപ്പെടുന്നത്. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ആ സുന്നത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിന്റെ സ്വഭാവം ഒരു ഏക ലീഡർഷിപ്പ് എന്ന സ്വഭാവമാണ് എന്നും അവർ പറഞ്ഞു. രണ്ടാമതായി അവർ പ്രബോധനം ചെയ്ത ഒരു ആശയം ഇസ്ലാമിന്റെ സാർവലൗകികതയാണ്. സാർവലൗകികത എന്ന് പറഞ്ഞാൽ സർവലോകത്തേക്കുമുള്ളതാണ് ഇസ്ലാം എന്നുള്ളതാണ്. മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് വിവിധ ഭൂഖണ്ഡങ്ങളിലും വിവിധ രാജ്യങ്ങളിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിലും മുസ്ലിം സമൂഹം എല്ലാവരും ഒരൊറ്റ സമൂഹമാണ് ലോകാടിസ്ഥാനത്തിൽ. ആധുനിക ദേശരാഷ്ട്രങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ചെറിയ ചെറിയ കൊച്ചു രാജ്യങ്ങളായി വേർതിരിച്ച് വെട്ടിമുറിച്ച് സാമ്രാജ്യത്വം മുസ്ലിം സമൂഹത്തെ ഭിന്നതയ്ക്ക് നേരെ ആർതിരിഞ്ഞുവോ, നാം അറുത്തത് ഭക്ഷിക്കുവാൻ സന്നദ്ധനാകുന്നുവോ, ഫദാലിക്കൽ മുസ്ലിം, അവനാണ് മുസ്ലിം. നമ്മൾ ഒരാഗോള സമൂഹമാണ്. ഈ ആഗോള സമൂഹം എന്ന് പറയുന്ന ഈ ആശയത്തിന്റെ വ്യാപനം വളരെയധികം പ്രസക്തമായ ഒരാശയമായിരുന്നു. അത് പ്രസക്തമായ ഒരാശയമാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആളുകൾ, ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ അപരാധം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ ആഗോളപരതയെ ഉയർത്തിപ്പിടിച്ചു. ദേശരാഷ്ട്രങ്ങളുടെ അതിർവരമ്പുകൾക്കുള്ളിൽ കഷ്ണം മുറിച്ച് വ്യത്യസ്ത പാർട്ടികളായി വ്യത്യസ്ത ജാതികളായി തിരിയേണ്ടിയിരുന്ന ഇസ്ലാമിക സമൂഹത്തെ ആ അവസ്ഥയിൽ നിന്ന് വളർത്തിയെടുത്ത് ഒരു ആഗോള സമൂഹമാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് നേരെ ഇന്ന് ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും വലിയ കുറ്റമാണ്, കുറ്റപത്രമാണ്. അതിനവർ പാൻ ഇസ്ലാമിസം എന്ന് പറഞ്ഞു കളയും. പാൻ ഇസ്ലാമിസം. അപ്പൊ രണ്ടാമതായി ഇവർ മുന്നിൽ വെച്ച ആശയം ഇസ്ലാമിന്റെ ആഗോളപരതയാണ്. മൂന്നാമതായി ഇവർ ജനങ്ങളുടെ മുമ്പാകെ വെച്ച ഒരു ആശയം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ വികാസക്ഷമതയാണ്. ഓരോ പോയിന്റും നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കണം. ഒന്ന് ഇസ്ലാമിന്റെ സമഗ്രത, രണ്ട് ഇസ്ലാമിന്റെ ആഗോളപരത, മൂന്നാമത്തത് ഇസ്ലാമിന്റെ വികാസക്ഷമത. അതായത് 7-ാം നൂറ്റാണ്ടിലാണ് ഇസ്ലാം ജീവിക്കുന്നത്. അതിന്റെ ആ തുടക്കം അവിടെയാണ്. 7-ാം നൂറ്റാണ്ടിൽ അവതരിപ്പിക്കപ്പെട്ട ഒരാശയം, ഒരു സാമൂഹ്യ ഘടന,
ആ സാമൂഹ്യ ഘടനയെ അതേ അവസ്ഥയിൽ നിലനിർത്തുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു, സാങ്കേതിക സൗകര്യങ്ങൾ ഉണ്ടാകുന്നു, പുതിയ മുൻഗണനാക്രമങ്ങൾ ജനങ്ങൾക്ക് വരുന്നു, പുതിയ മാനസികാവസ്ഥകൾ രൂപപ്പെടുന്നു. ഇങ്ങനെ മനുഷ്യ സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുസ്ലിം സമൂഹം മാത്രം, ഇസ്ലാമിക സമൂഹം മാത്രം, അല്ലെങ്കിൽ ഇസ്ലാമിക ആശയങ്ങൾ മാത്രം നിന്നേടത്ത് നിന്നാൽ പറ്റില്ല. മൗലികമായ അടിത്തറകളിൽ നിന്ന് വ്യതിചലിക്കാതെ, പ്രമാണങ്ങളിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ തന്നെ ഇസ്ലാമിക നിയമങ്ങളും ഇസ്ലാമിക വ്യവസ്ഥയും ഇസ്ലാമിക സമൂഹവും വികാസക്ഷമമായി പുരോഗമനാത്മകമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള മൂന്നാമത്തെ ആശയം. യാഥാസ്ഥിതിക ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമായിരുന്നില്ല മനസ്സിലാക്കാൻ. എന്നാലും നല്ല ഇച്ഛാശക്തിയോടുകൂടിയും നല്ല ആവേശത്തോടുകൂടിയും ഈ പ്രസ്ഥാനങ്ങൾ ഇസ്ലാമിന്റെ വികാസക്ഷമത എന്ന ഒരാശയം ജനങ്ങളുടെ മുമ്പാകെ വെച്ചു. നാലാമതായി ഇവർ ഊന്നിപ്പിടിച്ച ഒരു കാര്യം ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രപരമായിട്ടുള്ള വിശാലതയാണ്. ഇതൊരു വലിയ ആശയം. ഒരുപക്ഷെ നമ്മൾ ഇനിയും ഒരുപാട് ഹോംവർക്ക് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ഒരു ആശയമാണ്. അതായത് കർമ്മശാസ്ത്രത്തിലുള്ള വിശാലത എന്ന് പറയുന്നത്. ഞാൻ ഈ ജമാഅത്തിൽ സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇത് അനഫി മുസല്ലയാണ്, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു പള്ളിയാണ്. പക്ഷേ ഷാഫികളായ ആളുകൾക്കോ ഹംബലികളായ ആളുകൾക്കോ മാലിക്കികളായ ആളുകൾക്കോ ഇനി ഏതെങ്കിലും ഒരു മദ്ഹബ് വേണമെന്ന് നിർബന്ധമില്ല എന്ന് പറയുന്ന സലഫികളായ ആളുകൾക്കോ ഇവിടെ വരാൻ ഒരസ്ഖ്യതയും ഉണ്ടാവുകയില്ല, ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇതൊരു വലിയ ഒരു വിശാലതയാണ്. ഈ വിശാലത കാണുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇതെന്തു കഥ, ഇതൊരു അവസരവാദ സമീപനമല്ലേ, ഇങ്ങനെയാകാൻ പാടുണ്ടോ? രണ്ടാമതല്ലേ ശരിയാവും, ഒന്നുകിൽ കൈ ഇവിടെ കെട്ടുക, അല്ലെങ്കിൽ വയറ്റത്ത് കെട്ടുക, അല്ലെങ്കിൽ പൊക്കിളിന് താഴെ കെട്ടുക. ഇത് മൂന്നും ശരിയാവുന്ന എങ്ങനെ പറയാൻ പറ്റും? അത് ഒന്നേ ശരിയുള്ളൂ. ആ ശരിയല്ലാത്തത് മുഴുവൻ തെറ്റാണ്, അതെല്ലാം വിദഗ്ധമാണ്. ആ വിദഗ്ധത്ത് ചെയ്യുന്ന ആളുകൾ നരകത്തിലേക്കാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പൊതു മുസ്ലിം സമൂഹം വെച്ച് പുലർത്തുന്നുണ്ട്. എന്നാൽ കർമ്മശാസ്ത്രപരമായി ഇസ്ലാമിന്റെ പാരമ്പര്യം അതല്ല. 4 മദ്ഹബുകളെ നമ്മൾ തന്നെ ഉൾക്കൊള്ളുന്നതാണ്. ആ 4 മദ്ഹബുകളിൽ ഏത് സ്വീകരിച്ചാലും അല്ലാഹുവിലേക്കുള്ള വഴിയിൽ ഒരു തെറ്റുമുണ്ടാവുകയില്ല എന്ന് നമ്മൾ തന്നെ പറയുന്നതാണ്. ഇത് സാങ്കേതികമായി നമ്മൾ പറയുമെങ്കിലും പലപ്പോഴും ഈ മദ്ഹബുകൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പര ഉള്ള തർക്കത്തിനും അകൽച്ചക്കും കാരണമായി തീരാറുണ്ട്. പരസ്പരമുള്ള ബന്ധങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങൾ പറയാൻ ശ്രമിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ സഹാബികളുടെ കാലത്തും താബിഈകളുടെ കാലത്തും താബിഈകളുടെ കാലത്തും അവർക്ക് ശേഷം മദ്ഹബിന്റെ ഇമാമികളുടെ കാലഘട്ടത്തിലും ആ ഇമാമിങ്ങളുടെ മുഖല്ലിദുകളായി വന്നിട്ടുള്ള ഇമാമിങ്ങളുടെ കാലഘട്ടത്തിലുമെല്ലാം ഈ കർമ്മശാസ്ത്ര ഭിന്നതകളെ എല്ലാം ദീനുൽ ഇസ്ലാമിന്റെ ഭാഗമായി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നു. ഏതെങ്കിലും ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ ബിദ്അത്തുകാരെന്നോ മുബ്തദിഈകളെന്നോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരെന്നോ ആക്ഷേപിക്കുന്ന സമ്പ്രദായം പുരാതന കാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവയെല്ലാം അക്കോമഡേറ്റ് ചെയ്യുവാനുള്ള ഒരു സംവിധാനം ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നത് ഈ പ്രസ്ഥാനങ്ങൾ സവിശേഷമായി ജനങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഉദ്ദേശിച്ച കാര്യമാണ്. അടുത്തതായി ഇവരുടെ ഒരു പരിഷ്കരണ മേഖല ഏതാണെന്ന് ചോദിച്ചാൽ അൽ വസതിയ്യത്തു വൽ ഇഅ്തിദാൽ എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ചിന്താഗതി. ഈ പ്രസ്ഥാനങ്ങളുടെ അൽ വസതിയ്യത്തു വൽ ഇഅ്തിദാൽ, വസതിയ്യത്ത് വൽ ഇഅ്തിദാൽ എന്ന് പറഞ്ഞാൽ മധ്യമ നിലപാട്, സന്തുലിതത്വം. ഒന്നിലും തീവ്രതയില്ല, എന്നാൽ ഒന്നിലും മലഭാവവുമില്ല.
ദീൻ, ആ ദീനിന്റെ എല്ലാ ഫർളുകളും കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നു. സുന്നത്തുകൾ സാധ്യമാകുന്ന അത്ര അനുഷ്ഠിക്കുന്നു. വേഷവിധാനങ്ങളിൽ, ജീവിത രീതികളിൽ എല്ലാം ഇസ്ലാമിൻ്റെതായ ഒരു സ്വഭാവവും കാര്യമൊക്കെ അവർ കാണിക്കുന്നു. അതേ അവസരത്തിൽ തീവ്രവാദം അവരുടെ ശരീരത്തിലേക്ക് നോക്കിയാലോ, അവരുടെ സാമൂഹ്യ ഘടനത്തിലേക്ക് നോക്കിയാലോ, അവരുടെ പെരുമാറ്റത്തിലേക്ക് നോക്കിയാലോ ഒരിക്കലും കാണാൻ കഴിയുകയില്ല. ദീനുൽ ഇസ്ലാമിനോടുള്ള അഗമ്യമായ സ്നേഹം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മുഹബ്ബത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അനുധാവനം ചെയ്യുവാനുള്ള വികാരം, ഇതെല്ലാം നിലനിൽക്കുമ്പോഴും ഇതര സമൂഹങ്ങളോടുള്ള സ്നേഹം, അവരോടുള്ള ആദരവ്, അവരോടുള്ള ബഹുമാനം, അവരോടുള്ള വിശാലത, ഇതെല്ലാം തന്നെ ഇവരുടെ ജീവിത രീതികളിലും സിദ്ധാന്തങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ സന്തുലിതത്വവും മധ്യമ നിലപാടുമാണ് ഈ പ്രസ്ഥാനങ്ങളുടെ മറ്റൊരു സവിശേഷത എന്ന് പറയും. പിന്നീട് സ്ത്രീകളുടെ പങ്കാളിത്തമാണ്. സ്ത്രീകൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പകുതി വരുന്ന ഒരു വിഭാഗമാണ്. ആ പകുതിയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് നമുക്കൊരു സാമൂഹ്യ പരിഷ്കരണവും സാധ്യമല്ല. ഫലസ്തീനിലെ സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ നേതാക്കൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഓരോ കുഞ്ഞിനെയും മുലയൂട്ടുമ്പോൾ ജമാലുദ്ദീൻ അഫ്ഗാനിയെ സംബന്ധിച്ച്, ഖലീഫ ഉമറിനെ സംബന്ധിച്ച് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. ആ പേരവരുടെ ഉള്ളിലേക്ക് കടക്കട്ടെ, ആ ചരിത്രം പഠിക്കാൻ അവർ പ്രചോദിതരാകട്ടെ. അവരിൽ ആരിൽ നിന്നാണ്, ആരാണ്, ഏതൊരു കുഞ്ഞാണ് ഇനിയൊരു ജമാലുദ്ദീൻ അഫ്ഗാനിയായി രംഗത്ത് വരികയെന്നും ഇസ്ലാമിക സമൂഹത്തിന്റെ വിമോചനം സാധ്യമാവുക എന്നും അറിയുകയില്ല. അതുകൊണ്ട് ഓരോ കുഞ്ഞിനെയും അത് പഠിപ്പിക്കണം എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് മാതാക്കളാണ്, കുഞ്ഞുങ്ങളെ പാലൂട്ടുന്നത് അവരാണ്, അവർക്ക് സംസ്കാരങ്ങളും മൂല്യങ്ങളും നൽകുന്നത് സ്ത്രീകളാണ്. അതുകൊണ്ട് സ്ത്രീകളെ വിദ്യാഭ്യാസം ചെയ്യിക്കാതെ, അവരെ ബോധവൽക്കരിക്കാതെ, അവരെ സമൂഹ നിർമ്മിതിയിൽ പങ്കാളികളാക്കാതെ മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതും ഈ പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ യൂറോപ്പിലും അമേരിക്കയിലും അതുപോലെ തന്നെ ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലുമെല്ലാം ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രസ്ഥാനങ്ങൾ, വലിയ വലിയ അംബ്രല പ്രസ്ഥാനങ്ങൾ അങ്ങനെ വളർന്നു. ആ വളർന്നു വരുന്നതിന്റെ കാഴ്ചയാണ് നമുക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മുഖ്യ ഭാഗത്ത് കാണുവാൻ കഴിയും. അങ്ങനെ വളർന്നു വരിക. ആ വളർച്ച സന്തോഷകരമായ ഒരു വളർച്ചയായി കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആളുകൾക്ക് ഇങ്ങനെ ബോധ്യപ്പെട്ടു. നമ്മളൊക്കെ വലിയ സന്തോഷത്തിൽ, വലിയ ആഹ്ലാദത്തിൽ. എന്തൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ? അതിന്റെ ലക്ഷണങ്ങൾ ഒന്നാമതായി, മുസ്ലിം ചെറുപ്പക്കാർ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും, കുറച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും നോർത്ത് ഈസ്റ്റ് ബെൽറ്റിലും ഒഴിച്ച്, അതുപോലെ ഇന്ത്യ ഭൂഖണ്ഡത്തിലെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലെയുള്ള ചില പ്രദേശങ്ങളിൽ ഒഴിച്ച് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാർ ധാരാളമായി വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വരാൻ തുടങ്ങി. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും ആ പ്രവണത ലോകത്തെങ്ങും നമുക്ക് കാണാൻ കഴിയുന്നു. വിദ്യാഭ്യാസ രംഗത്ത് വമ്പിച്ച ഒരു ഉണർവ്, വമ്പിച്ച ഒരു വിസ്ഫോടനം തന്നെ നടന്നു മുസ്ലിം സമുദായത്തിനിടയിൽ. പക്ഷേ ഒരു സമുദായത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയെ പോലെ ഒരു മനുഷ്യായുസ്സിൽ സംഭവിക്കുന്നതല്ല. അത് തലമുറകളിലൂടെ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതനായ പതിറ്റാണ്ടിലോ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന പതിറ്റാണ്ടിലോ ലോകത്തിന് നേതൃത്വം നൽകുന്ന ശാസ്ത്രജ്ഞന്മാർ ഇസ്ലാമിക ലോകത്ത് വന്നിട്ടില്ല. ഒരു നൂറ്റാണ്ടും 2 നൂറ്റാണ്ടും 3 നൂറ്റാണ്ടും 4 നൂറ്റാണ്ടും കഴിഞ്ഞിട്ടാണ് ലോകത്തിന്റെ വിവിധ വിജ്ഞാന
കാര്യങ്ങളിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഇസ്ലാമിക നാഗരികതയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ 1 കൊല്ലം കൊണ്ടും 2 കൊല്ലം കൊണ്ടും സാധാരണ പറയാറുണ്ട് ഓരോ ഉറക്കൊന്നും നേരം വെളുക്കില്ല എന്ന് പറയാറുണ്ട്. എന്നതുപോലെ ഒരൊറ്റ ദിവസം കൊണ്ട് മഹാശാസ്ത്രജ്ഞന്മാരൊന്നും ഉണ്ടാവില്ല. ഈ വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിം ചെറുപ്പക്കാരുടെ ഉണർവുണ്ടല്ലോ, ആ ഉണർവ് അടുത്ത നൂറ്റാണ്ടിൽ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർക്കും വലിയ വലിയ വിഷഗ്വരന്മാർക്കും ജന്മം നൽകും. ഇസ്ലാമിക സമൂഹത്തിന് അതിന് ശേഷി വർദ്ധിച്ചു വരുന്നു എന്ന ഒരു ആവേശവും ഒരു പ്രതീക്ഷയും ഇസ്ലാമിക ലോകത്തുണ്ടാക്കുവാൻ ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉണർവ് കാരണമായിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം കുട്ടികളിലെ നല്ല ഒരു വിഭാഗം അവരിൽ ഇസ്ലാമികമായ ജീവിത രീതി കൂടി സ്വീകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇസ്ലാമികമായ ജീവിത രീതി സ്വീകരിക്കാൻ തുടങ്ങി. നിങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ചെന്ന് നോക്കൂ, എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ചെന്ന് നോക്കൂ, മറ്റു പ്രൊഫഷണൽ കോളേജുകളിൽ ചെന്ന് നോക്കൂ. അവിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇസ്ലാമിക വേഷധാരിണികളായ പെൺകുട്ടികൾ വർദ്ധിച്ചു വരുന്നു. അവർ റിലീജിയസ് ടീച്ചിങ് അനുസരിച്ച്, മതപരമായിട്ടുള്ള പാഠമനുസരിച്ചുള്ള വസ്ത്രധാരണം സ്വീകരിക്കുന്നു, നമസ്കരിക്കുന്നു, ഖുർആൻ പഠിക്കാൻ താല്പര്യം കാണിക്കുന്നു. ഖുർആൻ സ്റ്റഡി സെന്ററുകൾ, ലേണിംഗ് സെന്ററുകൾ നാട് നീളെ വളർന്നു വരുന്നു. പ്രൊഫഷണൽ കോളേജുകൾ അത്തരത്തിലുള്ള സെന്ററുകളിൽ ആയി മാറുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വിദ്യാഭ്യാസ രംഗത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ല അവരുടെ ഇസ്ലാമികമായ ഉണർവ്. അതിന് വിപരീതമായ ഒരു വിഭാഗവുമുണ്ട്. മദ്യത്തിന്റെ അടിമകളായി, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന, മുഴുവൻ സമയവും വൃത്തികെട്ട അശ്ലീല ചിത്രങ്ങൾ കണ്ട് ചെലവഴിക്കുന്ന ഒരു നല്ല വിഭാഗമുണ്ട്. അതില്ലെന്ന് ഞാൻ പറയുകയല്ല, ഏത് സമൂഹത്തിലുമുണ്ട്. പക്ഷേ അതിന് സമാന്തരമായി മറുഭാഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സമൂഹം ഇസ്ലാമികമായ വിശ്വാസ പ്രമാണങ്ങൾ സ്വീകരിക്കുവാനും പ്രാക്ടീസിംഗ് മുസ്ലിങ്ങളായി തീരാനും ശ്രമിക്കുന്നു എന്നതും കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ നമ്മൾ കണ്ടു തുടങ്ങുന്ന ഒരു പ്രവണതയാണ്. നമ്മളത് വായിച്ചെടുക്കുന്നത്. മൂന്നാമത്തെ സംഗതി സ്ത്രീകളുടെ മുന്നേറ്റമാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റം, സാമൂഹ്യ ജീവിതത്തിലുള്ള അവരുടെ ഇടപെടലുകൾ, ആ ഇടപെടലുകളിൽ എല്ലാം തന്നെ ശരിക്ക് മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ ഒരു പ്ലസ് 2 സ്കൂളുള്ള ഒരു ക്ലാസ്സിൽ പ്ലസ് 2 ക്ലാസ്സുകളുള്ള ഒരു സ്കൂളിൽ ചെന്നിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുത്ത് നോക്കൂ. ആരാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക? പെൺകുട്ടികളായി. അവിടെ അധ്യക്ഷം വഹിക്കുന്ന ആരാ? പെൺകുട്ടികളായി. സ്വാഗതം പറയുന്നത് ആരാ? പെൺകുട്ടികളായി. അവിടെ ഒരു എടുപ്പ് കാണിക്കുന്നവരാരാണ്? പെൺകുട്ടികളായി. പെൺകുട്ടികൾ, മുസ്ലിം പെൺകുട്ടികളിൽ ഉണ്ടായിട്ടുള്ള ഒരു വളർച്ച, ആ വളർച്ച വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വളർച്ചയാണ് എന്ന് ഞാൻ കാണുന്നു. പക്ഷെ ആ വളർച്ചയെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. ആ വളർച്ചയെ നമ്മൾ ശരിക്കും വഴിതിരിച്ചു വിടണം, ശരിയായ വഴിയിലേക്ക് തിരിച്ചു വിടണം. അല്ലെങ്കിൽ ആ വളർച്ച തന്നെ നമ്മുടെ കുടുംബ ശൈഥില്യത്തിന് കാരണമായി തീരും. അത് ഞാൻ കഴിഞ്ഞ വർഷത്തെ പ്രസംഗത്തിൽ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അതിന്റെ മറ്റൊരു വശമാണ് ഇപ്പോൾ പറയുന്നത്. പെൺകുട്ടികൾ വളരുന്നു, സ്ത്രീകൾ ഇസ്ലാമികമായ സ്വഭാവത്തിൽ ഉയരുന്നു എന്ന് കണ്ടാൽ അതിന്റെ അർത്ഥം അടുത്ത തലമുറ പ്രതീക്ഷാദുർഭരമായ ഒരവസ്ഥയിലാണ് എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അപ്പൊ ആ വളർച്ച നമുക്ക് ലോകത്തെങ്ങും കാണാൻ കഴിയുന്നതാണ്. മറ്റൊരു സംഗതി നമുക്ക് കാണാൻ കഴിയുന്നത്, ഇസ്ലാമിക ലോകം എന്ന് പറയുന്നത് ഒരുപാട് വിഭവങ്ങളുള്ള ഒരു ലോകമാണ്. ആ വിഭവങ്ങൾ എന്താണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അവർക്ക് അതിന്റെ ടെക്നോളജി അറിയുമായിരുന്നില്ല. മണ്ണിനടിയിൽ സ്വർണ്ണമുണ്ട്, സ്വർണം കുഴിച്ചെടുക്കൽ എങ്ങനെയെന്ന് അറിയില്ല. മണ്ണിനടിയിൽ പെട്രോൾ ഉണ്ട്, അത് കുഴിച്ചെടുക്കൽ എങ്ങനെയെന്ന് അറിയില്ല. അടിയിൽ സമ്പന്ന യുറേനിയം ഉണ്ട്, ഈ യുറേനിയം പ്രോസസ് ചെയ്യുന്നത് എങ്ങനെ, അതെന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം, ഭാവിയിൽ അതിന്റെ ഗുണമെന്താണ് എന്നതിനെ കുറിച്ച് അറിയില്ല. ഈ ഒരു പോരായ്മയാണ് അവരെ അടിമകളാക്കി വെക്കാൻ, അവരെ എപ്പോഴും ഭരണീയരായി കാണുവാൻ
പാശ്ചാത്യ ലോകത്തെ പ്രേരിപ്പിച്ചിരുന്നു. പക്ഷേ ഈ വിദ്യാഭ്യാസ വളർച്ചയുടെ ഭാഗമായി ഇപ്പോൾ ഈ തരത്തിലുള്ള ടെക്നോളജിയിലും ഈ വിഭാഗം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് വളരെ പ്രാഥമിക സ്റ്റേജിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ആ രംഗത്ത് വളർച്ചയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അറബ് രാജ്യങ്ങളിൽ ജനാധിപത്യ സമ്പ്രദായം നിലനിന്നിരുന്നുവെങ്കിൽ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ കുറച്ചുകൂടി തുറസായ ഒരു സമൂഹമായിട്ട് അതിനെ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി നമുക്ക് മുസ്ലിം സമൂഹത്തിന്റെ വളർച്ച, വിദ്യാഭ്യാസ വളർച്ച ഫാസ്റ്റ് ആക്കി തീർക്കാമായി. പക്ഷേ എല്ലാ രാജ്യങ്ങളിലും ഈ പാശ്ചാത്യരായ ആളുകൾ സാമ്രാജ്യത്വം വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ പ്രതിഷ്ഠിച്ചത് ഏകാധിപതികളായ രാജാക്കന്മാരെയായിരുന്നു. ആ രാജാക്കന്മാരുടെ ഭരണത്തിന് കീഴിൽ അവിടെയുള്ള ജനങ്ങൾ ശ്വാസം മുട്ടി കഴിയുകയാണ്. അവർ ക്ലോസ്ഡ് സൊസൈറ്റിയാണ്. സൗദി അറേബ്യയിൽ ചെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ക്ലോസ്ഡ് സൊസൈറ്റി. ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും അവരുടെ ഇടയിൽ നടക്കുന്നില്ല. ഇപ്പൊ നിതാഖാത്ത് എന്ന് പറഞ്ഞു. നിതാഖാത്ത് എന്ന് പറഞ്ഞ സമ്പ്രദായത്തിന്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, വിദേശികളായ ആളുകൾ ധാരാളമായി ഇവിടെ വന്ന് ജോലി ചെയ്യുന്നു സൗദി അറേബ്യയിൽ. അതുകൊണ്ട് അവരെ പിരിച്ചയക്കണം, അതിന് സൗദി പൗരന്മാർക്ക് ജോലി കൊടുക്കണം. ഇതാണ് ഇതിന്റെ പൊരുൾ. പക്ഷെ സൗദിയിലുള്ള കമ്പനികൾ ആരുടെ കമ്പനികളാണ്? മിക്കവാറും വിദേശികൾ കൂടി പങ്കാളിത്തമുള്ള കമ്പനികളാണ് ഈ കമ്പനികൾ. ഈ കമ്പനികൾ അവർക്ക് നടത്തണമല്ലോ സംഗതി. അതിന് 10 ആളെ നിശ്ചയിക്കുമ്പോൾ 4 ആളെ സൗദി പൗരന്മാരെ നിശ്ചയിക്കണമെന്ന് പറഞ്ഞാൽ ഈ 4 ആളെ കൊണ്ടുവന്ന് അവിടെ ജോലി ചെയ്യിപ്പിക്കാൻ കഴിയട്ടെ. ഇവന് വല്ലതും പറ്റൂ? വല്ല വർക്ക് കൾച്ചറും എംപ്ലോയ്മെന്റ് കൾച്ചറും ഈ സൗദിക്ക് ഈ ചങ്ങാതിമാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ജീവിക്കണം, സാമൂഹ്യ ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ എന്താ സാധനം, ഇതൊന്നും അറിയാതെ ഒരു തരം വളർച്ച വളർന്ന പൗരന്മാർ, അത്തരം പൗരന്മാരല്ല അറബ് രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യത്തോടുകൂടി ജനാധിപത്യത്തിന്റെ വായു ആസ്വദിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നു മുസ്ലിം സമുദായത്തിലുള്ള വളർച്ച ഇതിന്റെ എത്രയോ ഇരട്ടിയായി വർദ്ധിക്കുമായിരുന്നു. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കില്ല. ഏതായിരുന്നാലും മുസ്ലിം സ്ത്രീകളിൽ കാണുന്ന മാറ്റം വളരെ ഗൗരവപ്പെട്ട രൂപത്തിലുള്ള മാറ്റമാണ്. അത് നമുക്ക് ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച, ഏറ്റവും നൂതനമായ ശാസ്ത്ര ബോധ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇൻഫോർമേഷൻ ടെക്നോളജിയാണ്. ഇന്ന് ഇൻഫോർമേഷൻ ടെക്നോളജിയിൽ ലോകത്ത് മുമ്പന്മാരുടെ കൂട്ടത്തിൽ തന്നെ മുസ്ലിങ്ങളുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ IT-യിൽ വളരെ കൂടുതൽ മുസ്ലിങ്ങളുണ്ട്. അപ്പം ഒരു പ്രതീക്ഷാനിർഭരമായ ഒരു അവസ്ഥയാണ് നമുക്ക് ലോകത്ത് നിന്നും കാണാൻ കഴിയുന്നത്. അങ്ങനെ വളർന്നു വരികയാണ്. ഈ വളർന്നു വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഏകാധിപത്യത്തിന്റെ കീഴിലാണ് പല മുസ്ലിം സമൂഹവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ വിങ്ങി പൊട്ടുകയാണ്. ആ പുറന്തോടിനുള്ളിൽ കിടന്ന് ഇങ്ങനെ വിങ്ങി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വളർച്ചയൊക്കെ ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതുമായ സമൂഹങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് വിങ്ങുകയാണ്. അവരുടെ ശരിയായ ഒരു പ്രകടനം സാധ്യമാകണമെങ്കിൽ ഈ ഏകാധിപത്യത്തിന്റെ പുറന്തോടങ്ങ് നീങ്ങുകയും എന്നിട്ട് അതിനുള്ളിൽ നിന്ന് ജനാധിപത്യത്തിന്റെ പ്രകാശവും ജനാധിപത്യത്തിന്റെ വായുവും ആസ്വദിച്ചുകൊണ്ട് പുതിയ ഒരു ലോകം രംഗത്ത് വരികയും വേണം എന്നുള്ള അഭിവാഞ്ഛയും മുസ്ലിം സമൂഹം ലോകത്തെങ്ങും പ്രകടിപ്പിക്കുന്ന അഭിവാഞ്ഛയും. ആ അഭിവാഞ്ഛയുടെ പ്രകടനങ്ങളെയാണ് ലോകത്ത് അറബ് വസന്തങ്ങൾ എന്ന പേരിൽ ഈ നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിലെ ആദ്യ ദശകം കഴിഞ്ഞ് തൊട്ടടുത്ത ദശകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു വലിയ ഒരു വിസ്ഫോടനം പോലെ സംഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് അറബ് വസന്തം എന്ന് പറയുന്നത്. ഈ ഏകാധിപത്യത്തിന്റെ പുറത്തോട്ട് പൊട്ടിക്കണമെന്നും അതിനുള്ളിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെതായ പുതിയ ഒരു ആവേശത്തിൽ ഒരു ഇസ്ലാമികമായ ഉയർപ്പ് സാധ്യമാകണമെന്നുമായിരുന്നു അറബ് വസന്തത്തിന്റെ നേട്ടം. ഈ അറബ് വസന്തത്തിന് ആരും നേതൃത്വം നൽകിയിട്ടില്ല. അറബ് വസന്തം എന്ന ആ സാധനം
വിഭാഗത്തിന്റെ ആസൂത്രിതമായ സൃഷ്ടിയായിരുന്നില്ല. ഒരു പ്രത്യേക സന്ദർഭത്തിൽ അടിച്ചു വീശിയ ഒരു കൊടുങ്കാറ്റ് എന്നേ നമുക്കതിന് പറയാൻ പറ്റൂ. അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് നമ്മൾ വിശകലനം ചെയ്താൽ ഇവിടെ എത്തൂല. കാരണം പെട്ടെന്നുള്ള കാരണം, ഒരു ഭൂ അസീസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഒരു ഉദ്യോഗസ്ഥയാൽ അപമാനിതനായപ്പോൾ ആത്മഹത്യ ചെയ്ത സംഭവമാണ്. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ, ഇസ്ലാമിന്റെ സമഗ്രതയും ഇസ്ലാമിന്റെ സാർവലൗകികതയും ഇസ്ലാമിന്റെ വികാസക്ഷമതയും ഇസ്ലാമിന്റെ വിമോചനപരതയും ഇസ്ലാമിന്റെ സന്തുലിതത്വവും ഇസ്ലാമിന്റെ വിശാലത, ക്രമശാസ്ത്രപരമായ വിശാലതയും ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യവും മുന്നിൽ വെച്ച് പ്രവർത്തിച്ച നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വേരുകളിൽ നിന്നാണ് ഈ പ്രചോദനമുണ്ടായത്. ആ പ്രചോദനമാണ് കാരണം എന്ന് നമുക്ക് പറയാമെങ്കിലും ഈ അറബ് വസന്തത്തിന് പ്രത്യേകമായ സംഘാടകർ ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷേ ഈ സംഗതി സംഭവിക്കുന്നത് ചരിത്രത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിലായി. 1980കളിലും 90കളിലുമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അത് തകർച്ചയെ നേരിടും. മുതലാളിത്തവും കമ്മ്യൂണിസവും ബന്ധങ്ങൾ എന്നുള്ള നിലക്ക് അവരുടെ ഒരു ശാക്തിക സന്തുലിതത്വമായിരുന്നു ലോകത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ആ സന്തുലിതത്വം നഷ്ടപ്പെട്ടു. പിന്നീട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് നിലനിൽക്കണമെങ്കിൽ ഒരു മുഖ്യശത്രു ആവശ്യമായി വന്നു. ആ മുഖ്യശത്രു ആവശ്യമായ ഒരു ഘട്ടത്തിലാണ് ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും ഇസ്ലാമിക സമൂഹങ്ങളുടെയും ഒരു മുന്നേറ്റം നടക്കുന്നത്. 1990കളുടെ ആദ്യത്തിൽ തന്നെ ഇസ്ലാമിന്റെ ഈ വരവ്, ഇസ്ലാമിക വസന്തത്തിന്റെ ഈ ഉയിർപ്പ് മുന്നിൽ കാണാനും അതിനുള്ള പ്രതിരോധ നിര കെട്ടിപ്പടുക്കുവാനുമുള്ള ശ്രമം അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾ നടത്തിയിരുന്നു എന്ന് നമുക്ക് കാണാം. അത് അവിടുന്ന് തുടങ്ങിയതൊന്നുമല്ല. ഇത് എവിടെ ജനിച്ചോ ആ ജനിച്ച അന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഉദാഹരണമാണ് ഹസനുൽ ബന്ന ഷഹീദിന്റെ ചരിത്രം. ഹസനുൽ ബന്നെ അങ്ങ് നടുറോട്ടിൽ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിന്റെ റസായിലൊക്കെ വായിക്കണം. നല്ല ഈമാനും തഖ്വയും മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാക്കാവുന്ന നിർദ്ദേശങ്ങൾ കൊണ്ട് ഒരു ജനതയെ ഉണർത്തിയെടുത്ത മനുഷ്യനായിരുന്നു ഹസനുൽ ബന്ന. അദ്ദേഹത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതല്ല സംഭവം. കൊലപ്പെടുത്തിയ ആ ദിവസം സയ്യിദ് ഖുത്ബ് പറയുന്നു, ഞാൻ അമേരിക്കയിലായിരുന്നു. ഞാനൊരു ആശുപത്രിയിൽ പോയി, എന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്റെ മിഠായി വിതരണം ചെയ്യുന്നു ഡോക്ടർമാരും നഴ്സുമാരും. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മിഠായി വിതരണം ചെയ്യുന്നത്? ആശുപത്രിയാകുമ്പോൾ കുട്ടികൾ ജനിച്ചാലാണ് സാധാരണ. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഒരു ശത്രു ഈജിപ്തിൽ കൊല്ലപ്പെട്ടു, അമേരിക്കയിലാണ് മിഠായി വിതരണം. എന്തിനാണ് ഈജിപ്തിൽ കൊല്ലപ്പെട്ടത് എന്ന് പഠിക്കുകയാണ് പിന്നീട് സയ്യിദ് ഖുത്ബ്. പഠിച്ചതിന് ശേഷം ഈജിപ്തിൽ തിരിച്ചെത്തി അദ്ദേഹം ഹസനുൽ ബന്നയുടെ പ്രസ്ഥാനത്തിൽ അണിചേരുകയും പിന്നീട് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയുമാണ് ചെയ്തത്. അദ്ദേഹവും പിന്നീട് തൂക്കിലേക്കപ്പെട്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ആരാണോ ഇതിന് ബീജമിട്ടത്, ആ ബീജമിട്ടവരെ തന്നെ തൂക്കിക്കൊന്ന, നടുറോട്ടിൽ നിന്ന് വെട്ടിക്കൊന്ന, ആയിരക്കണക്കിന് ആളുകളെ നശിപ്പിക്കാൻ ശ്രമിച്ച അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തി കമ്മ്യൂണിസത്തിന്റെ പതനത്തോടുകൂടി തന്നെ അവർ മുന്നിൽ കണ്ടു. എന്ത് കണ്ടു? ഇനി ഇസ്ലാമാണ് വളരാൻ പോകുന്നത്. ഇസ്ലാമിക സമൂഹത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നു, പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നു, സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അവർക്ക് പ്രചോദനമേകുന്നു. ഈ പ്രചോദനം തങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഏകാധിപതികളെ തട്ടിത്തെറിപ്പിക്കുകയും അതിനുള്ളിൽ നിന്ന് ജനകീയ വികാരമായി ഇസ്ലാം നുരഞ്ഞു പൊന്തുകയും ചെയ്യും എന്നവർ മനസ്സിലാക്കി. പിന്നീടാണ് ഈ സാധനത്തെ ഭാവിയിൽ വളരുന്നതിനെ അടിച്ചമർത്താനുള്ള കോപ്പുകൾ അവർ കൂട്ടുന്നത്. അവിടെ മുതൽക്കാണ് വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ഒരു ആശയം രംഗത്ത് വരുന്നത്. വാർ ഓൺ ടെറർ,
ഭീകരതയ്ക്കെതിരായിട്ടുള്ള യുദ്ധം, ഇസ്ലാം ഫോബിയ, ഇസ്ലാം പേടിയുടെ വളർച്ച, ഇത് സംഭവിക്കുന്നത് പ്രധാനമായും 1990-കൾ മുതലാണ്. 2-3 കാര്യങ്ങൾ അവർക്ക് സാധിക്കും. ഒന്നാമത്, വരാൻ പോകുന്ന ഒരു വിമോചന ശക്തി അവർക്ക് നശിപ്പിക്കാം. രണ്ടാമത്തത്, ക്രൈസ്തവ സമൂഹത്തിന്റെ ആധിപത്യം അവർക്ക് നിലനിർത്താം. മൂന്നാമത്തത്, സാമ്രാജ്യത്വ ശക്തിക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു ശത്രു വേണം. ആ ശത്രുവിനെ ഇതുമൂലം ലഭ്യമാവുകയും ചെയ്തു. അതുകൊണ്ട് വാർ ഓൺ ടെറർ എന്ന് പറയുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. ആ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്നത്, അതിന്റെ തല എവിടുന്നാണ് എന്നിപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കരുത്. എന്റെ അഭിപ്രായം ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ എനിക്ക് പറയാൻ കഴിയും, അതിനുവേണ്ടി ലോകത്ത് പണിയെടുത്ത 2 ഏജൻസികൾ, ഒന്ന് അമേരിക്കൻ നേതൃത്വത്തിലുള്ള CIA-യും രണ്ടാമത്തത് ഇസ്രായേലിന്റെ നേതൃത്വത്തിലുള്ള മൊസാദും. ഇവരുടെ ചാരപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? ചാരപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം, ആ രാജ്യവിരുദ്ധമായിട്ട് രാജ്യത്തിന് പുറത്തോ രാജ്യത്തിനകത്തോ എന്തെങ്കിലും സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് മണത്തറിയുക, എന്നിട്ട് അത് ശേഖരിക്കുക, അത് വിവരമായി ഗവൺമെന്റിന് കൈമാറുക. ഇതിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ചാരപ്രവർത്തനം എന്ന് പറയുന്നത്. എന്നാൽ ചാരപ്രവർത്തനങ്ങളുടെ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതല്ല ചാരപ്രവർത്തനം. ചാരപ്രവർത്തനം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ആരാണോ ചാരപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്, അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഉദ്ദേശിക്കുന്ന സമൂഹത്തിലും സ്ഥലത്തും പ്ലാൻ ചെയ്യുന്നതിനെയാണ് ചാരപ്രവർത്തനം എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ പാകിസ്ഥാനിൽ ചാരപ്രവർത്തനം നടത്തണമെന്ന് വിചാരിച്ചാൽ, പാകിസ്ഥാനിൽ എന്തൊക്കെ നടക്കുന്നത് എന്നറിഞ്ഞ് ഇന്ത്യയെ അറിയിക്കലല്ല ചാരപ്രവർത്തനം. മറിച്ച് പാകിസ്ഥാനിൽ എത്ര ജനവിഭാഗങ്ങളുണ്ട്, ആ ജനവിഭാഗങ്ങളെ തമ്മിൽ തമ്മിക്കുവാൻ എന്തൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ട്, ആ ഘടകങ്ങളെ എങ്ങനെയൊക്കെ വികസിപ്പിക്കാൻ കഴിയും, അത് വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ചാരപ്രവർത്തനം എന്ന് പറയുന്നത്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ചാരപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ എന്താണ് നടക്കുക എന്നതിന് അമേരിക്കയിൽ അറിയിക്കുക എന്നല്ല അർത്ഥം. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ചാരപ്രവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എങ്ങനെ തെറ്റിക്കാൻ പറ്റും? കാശ്മീർ ഇഷ്യൂ എങ്ങനെ എന്നും ഇങ്ങനെ ജ്വലിപ്പിച്ചു നിർത്താൻ പറ്റും? ഏതൊക്കെ ഇടപാടുകളിലൂടെ ഇവിടെ ആയുധ കച്ചവടം പൊടിപൊടിക്കാൻ പറ്റും? അതിന് പാകിസ്ഥാൻ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ചുള്ള ആലോചനയും ആലോചിച്ച് അത് നടപ്പാക്കുന്ന പണിയുമാണ് ചാരപ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ചാരപ്രവർത്തനം എന്നത് ഒരു വിശുദ്ധമായ ഏർപ്പാടല്ല. മറിച്ച് ചാരപ്രവർത്തനം എന്ന് പറയുന്നത് വളരെ കപടമായ, വളരെ നിഷ്ഠൂരമായ, ജനവിധികൾക്കിടയിലുള്ള ഗൂഢമായ ആസൂത്രണത്തെയാണ് ഇന്ന് ചാരപ്രവർത്തനം എന്ന് പറയുന്നത്. ആ ആസൂത്രണത്തിന്റെ മുമ്പന്മാരാണ് CIA, അതിൽ രണ്ടാം കക്ഷികളാണ് മൊസാദും മൊസാദ് CIA കൂടി സ്വാധീനിക്കുന്നു എന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ CIA-യുടെ പോലും പിതൃസ്ഥാനത്ത് നിൽക്കുന്നത് മൊസാദാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളത്. ഈ മൊസാദിന്റെ പദ്ധതിയാണ്, ഈ സയനിസത്തിന്റെ പദ്ധതിയാണ്. ആ സയനിസം അമേരിക്കയിലൂടെയും സാമ്രാജ്യ ശക്തികളിലൂടെയും ആയുധ കച്ചവടക്കാരിലൂടെയും നടപ്പാക്കുന്ന ഒരു ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ വാർ ഓൺ ടെറർ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന പ്രചാരണം എന്ന് പറയുന്നത്. ഇത് ലോകത്ത് മുസ്ലിം സമൂഹവും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ഭീഷണിയാണ്. നിങ്ങൾ വിചാരിക്കാതെ അവിടെ ഇവിടെ നടക്കുന്ന കാര്യമാണ് അല്ല. നിങ്ങൾ ഓരോരുത്തരും ആ ഭീഷണിക്ക് മുമ്പിലാണുള്ളത്. നല്ല ഈമാനുള്ള ചില മനുഷ്യന്മാര്, ഞാൻ അവരെ ചിലപ്പോൾ കാണും, ഭർത്താനൊക്കെ പറയും. അപ്പൊ ഞാൻ ചോദിക്കും, ഇസ്ലാമിന്റെ ഒരു ചിഹ്നമാണല്ലോ താടി. വലിയ താടിയൊന്നും വെക്കണ്ട, ചെറിയൊരു താടി. അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും മാത്രമേ അറിയാവൂ ഒരു താടി ഉണ്ട്. അങ്ങനെയെങ്കിലും ഒരു താടി വെച്ചോടെ എന്ന് ഞാൻ ചിലപ്പോൾ തമാശയായിട്ട് താടി വെക്കലും
ഫർദാണെന്ന് വിശ്വസിക്കുന്ന ആളൊന്നുമല്ലേ. പക്ഷെ അവർ പറയും എന്താ ചെയ്യാ, എന്റെ ഓഫീസിൽ ഇപ്പൊ അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ട്. കാരണം എന്താ, അത് തീവ്രവാദിയാണ് എന്നുള്ളത് എവിടെ നിന്നുണ്ടായി? നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിന് വല്ല താല്പര്യമുണ്ടോ നിങ്ങളെ തീവ്രവാദിയായിട്ട് മനസ്സിലാക്കാൻ? അങ്ങനെ മനസ്സിലാക്കണമെന്ന ഒരു വിചാരം അയാളുടെ തലയിലേക്ക് അടിച്ചു കയറ്റിയതാണ്. അയാളെ നിങ്ങൾ കുറ്റവാളിയാക്കാൻ പറ്റില്ല. അയാളിലേക്ക് ആ വികാരം അടിച്ചു കയറ്റിയത് ഈ ആഗോള ആസൂത്രണത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ പറയും. ഇതാണ് ഇന്ന് ഇസ്ലാമിക ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയും. അതിന് അവർ എന്ത് കഴിയും? ഉദാഹരണം ഈജിപ്തിൽ നിന്ന് മാത്രം എടുക്കാം. ഞാൻ പറഞ്ഞു, ഈജിപ്തിൽ അറബ് വസന്തത്തിൻ്റെതായ ചലനങ്ങൾ ഉണ്ടായി. അങ്ങനെ ജനങ്ങൾ ഹുസ്നി മുബാറക്കിനെ പുറത്താക്കി. 40-40 ലക്ഷം ആളുകളാണ് ഒരേ സമയത്ത് തഹ്രീർ സ്ക്വയറിൽ ഒരുമിച്ച് കൂടിയത്. അവരിൽ മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, ഡെമോക്രാറ്റുകളും എല്ലാവരും ഉണ്ടായിരുന്നു, സോഷ്യലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് കൂടി അയാളെ പുറത്താക്കിയതിനു ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് വേണം. എത്ര തെരഞ്ഞെടുപ്പ്? പ്രവിശ്യകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ഭരണഘടനയെ സംബന്ധിച്ചുള്ള വളരെ സ്വതന്ത്രവും സുതാര്യവുമായിട്ടുള്ള അഭിപ്രായ വോട്ടെടുപ്പ് നടന്നു. പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടി, FJP. ആദ്യം അവർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു. നമ്മൾ ഭരിക്കുന്നില്ല, ആരെങ്കിലും ഭരണം ഉണ്ടാക്കിക്കോളൂ, ഞങ്ങൾ പങ്കാളികളായേക്കാം, ഞങ്ങൾ പങ്കാളികളാവും, ഞങ്ങൾ ഭരിക്കുന്നില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷെ ജനങ്ങൾ നിർബന്ധിച്ചു, അവർ മത്സരിച്ചു. യഥാർത്ഥ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളിപ്പോയി. കേവലമായ ഒരു ഡമ്മി സ്ഥാനാർത്ഥി വന്നു. ആ ഡമ്മി സ്ഥാനാർത്ഥിയായിരുന്നു മുഹമ്മദ് മുർസി. ആ മുഹമ്മദ് മുർസി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. 52% വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്ന് സാധാരണക്കാരനെ പോലെ അയാൾ ജീവിച്ചു. കാൽനടയായി ഓഫീസിലേക്ക് പോയി. ഗവൺമെന്റിന്റെ വിഭവങ്ങളൊന്നും അദ്ദേഹം എടുത്തില്ല. ലോക രാജ്യങ്ങളിൽ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ചു. ഇന്ത്യയിലും വന്നു. നിരവധി കരാറുകൾ ഒപ്പിട്ടു. സമ്പന്നന്മാരായ ആളുകളെ അദ്ദേഹം നേരിൽ ചെന്ന് കണ്ടു. കൊണ്ടുവരൂ ഞങ്ങളുടെ നാട്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്. ഇപ്പോൾ ജനാധിപത്യത്തിന്റെ ശീതളച്ഛായ അനുഭവിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ കുതിക്കാൻ പോവുകയാണ് മുന്നോട്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരൂ, ഞങ്ങളെ സഹായിക്കൂ. ഈ സമയത്ത് സഹായിച്ചാൽ നിങ്ങൾക്ക് വളരെ വേഗം വളർന്നു വരുന്ന ഒരു ഡെവലപ്മെന്റ്, ഒരു വികസന പ്രക്രിയ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഇന്ത്യയിലൂടെ അടക്കം അദ്ദേഹം വന്നുകൊണ്ട് പറഞ്ഞു. വളരെ അതിശീഘ്രം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വളരെ സുതാര്യമായ ഒരു ഭരണഘടന ജനങ്ങളിലേക്ക് നിക്ഷേപിച്ചു. ആ ഭരണഘടനയുടെ അടിത്തറയായി പറയുന്നത് ദൈവവിശ്വാസമാണ്. എന്നാൽ ദൈവവിശ്വാസമില്ലാത്ത ഏതൊരാൾക്കും അയാളുടെ വിശ്വാസ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും അയാളുടെ പ്രചാരണ സ്വാതന്ത്ര്യവും അനുവദിക്കുന്ന ഒരു വിശാലമായ ഭരണഘടന. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ആ ഭരണഘടന എന്നാണ് തോന്നുന്നത്. ആകെ 10-50 പേജേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ അത്രയൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു ഭരണഘടന സമർപ്പിച്ചു. 60 ഇപ്പോൾ പറഞ്ഞു വന്നത്, മുർസി 52% വോട്ട് നേടി അധികാരത്തിൽ വന്നു. രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി വളരെയധികം ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിന്റെ വിശ്വാസം എനിക്കുണ്ട്, ആ വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് ഞാൻ നിൽക്കുന്നത്. അതേ അവസരത്തിൽ ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം പ്രതിപക്ഷ കക്ഷികളെ ക്ഷണിച്ചു ഭരണത്തിലേക്ക്, ക്രിസ്ത്യാനി സമൂഹങ്ങളെ ക്ഷണിച്ചു ഭരണത്തിലേക്ക്. ചില ആളുകൾ പങ്കാളികളായി, ചില ആളുകൾ പങ്കാളികളാകാൻ വിസമ്മതിച്ചു.
ഒരു വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് പട്ടാള അട്ടിമറി നടന്നു. ആ പട്ടാള അട്ടിമറിയിൽ അദ്ദേഹത്തെ നിഷ്കാസനം ചെയ്തു എന്ന് മാത്രമല്ല, ജയിലിലടച്ചു. ഭരണത്തിൽ പങ്കാളികളായ നേതാക്കളെ മുഴുവൻ ജയിലിലടച്ചു. പലരെയും വെട്ടിക്കൊന്നു, തൂക്കിക്കൊന്നു, വെടിവെച്ചു കൊന്നു. സമരം നടത്തിയിട്ടുള്ള ജനങ്ങൾക്ക് നേരെ നിറയൊഴിച്ചു. പള്ളികളിലും സ്ക്വയറുകളിലും തെരുവുകളിലും ജനങ്ങൾ കുന്നുകൂടി. ലോകത്തിന്റെ ഒരു ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള വിമർശനങ്ങളും ഉണ്ടായില്ല. ഒരു തരത്തിലുള്ള വിമർശനവും ഉണ്ടായില്ല. ഇത്രയും വലിയ ജനസ്വാധീനമുള്ള ഒരു രാജ്യത്ത് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിനെതിരെ ഇത്രയും വലിയ ഒരു ആക്രമണം നടത്തുവാൻ സൈന്യത്തിന് സാധിക്കുന്ന സ്വഭാവത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നയതന്ത്രപരമായ പിന്തുണ, സാമ്പത്തികമായ പിന്തുണ, ആയുധപരമായ പിന്തുണ അറബ് മുസ്ലിം രാജ്യങ്ങളിൽ നിന്നടക്കം അവിടുത്തെ പട്ടാള ഭരണകൂടത്തിന് കിട്ടി. എന്തായിരുന്നു ന്യായം? 1990-കളിൽ ആരംഭിച്ച വാർ ഓൺ ടെറർ. അത് തന്നെ, വേറൊരു ന്യായം വേണ്ട. ഇസ്ലാമാണോ അവർ ഭീകരവാദികളാണോ? അവരെ വെച്ച് വെറുപ്പിച്ചുകൂടാ എന്ന് ലോകത്ത് പ്രചണ്ഡമായി പ്രചരിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഇസ്ലാം വിരുദ്ധതയുടെ മനസ്സ് വെച്ച് ഒരു സാധാരണക്കാരനായ മനുഷ്യൻ പോലും ഈ കൂട്ടക്കൊലയ്ക്കെതിരായിട്ട് ശബ്ദിച്ചില്ല. കേരളത്തിൽ നമുക്ക് ചില മാധ്യമങ്ങൾ ഉണ്ടായതുകൊണ്ട്, ചില മറുവശങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെക്കാൻ കഴിഞ്ഞതുകൊണ്ട് കേരളത്തിലെ ചില മനുഷ്യാവകാശ പ്രവർത്തകരും ബുദ്ധിജീവികളും പറഞ്ഞു, ഈജിപ്തിൽ സിസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടക്കൊലയാണ്, പട്ടാള അട്ടിമറിയാണ്, അത് ഭീകരതയാണ് എന്ന് പറയുവാൻ അവർ ശ്രമിച്ചു. ഇത് വലിയൊരു ഉദാഹരണം. ബംഗ്ലാദേശിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ബംഗ്ലാദേശിലും ഇസ്ലാമികമായ ഉണർവ് സാധാരണക്കാരുടെ ഇടയിലുണ്ട്. ജനകീയമായ പ്രസ്ഥാനങ്ങളായി ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ അവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ പ്രസ്ഥാനങ്ങളെ മുഴുവൻ അടിച്ചമർത്തുക. ഇപ്പോൾ അടുത്ത് അബ്ദുൽ ഖാദർ മുല്ല എന്ന് പറയുന്ന ഒരു ആദരണീയനായ നേതാവിനെ തൂക്കിക്കൊന്നു. അബ്ദുൽ ഖാദർ മുല്ലയെ തൂക്കിക്കൊന്നതിന് കാരണം അദ്ദേഹത്തോടൊപ്പം ഇനിയും 2 ഡസനിലധികം ആളുകൾ തൂക്കുമരം പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്നുണ്ട്. എന്താ കാരണം? കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1971-ൽ അവിടെ ഒരു യുദ്ധം ഉണ്ടായിരുന്നു. ആ യുദ്ധം കിഴക്കൻ പാകിസ്ഥാനെയും പടിഞ്ഞാറൻ പാകിസ്ഥാനെയും വേർപെടുത്തിക്കൊണ്ട് കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി രൂപപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം, പാകിസ്ഥാനോടൊപ്പം നിൽക്കണമെന്ന് പറയുന്ന അഖണ്ഡതയ്ക്ക് വേണ്ടി ബാധിക്കുന്ന മറ്റൊരു വിഭാഗം. ഇങ്ങനെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള സമരമായിരുന്നു, യുദ്ധമായിരുന്നു. അതിൽ പാകിസ്ഥാൻ സൈന്യം ബംഗ്ലാദേശിൽ വന്നിട്ടുണ്ട്. കാരണം അവരുടെ രാജ്യമാണ്. ഇന്ത്യ വിഭജിച്ചപ്പോൾ പാകിസ്ഥാൻ എന്ന പേരിൽ വിഭജിച്ചു കൊടുത്ത പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ്. ആ രാജ്യത്ത് പാകിസ്ഥാൻ സൈന്യം വന്ന് പാകിസ്ഥാനിനെ വെട്ടിമുറിക്കണം എന്ന് പറയുന്ന മുജീബുർ റഹ്മാനെതിരായിട്ട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ മുജീബുർ റഹ്മാൻ ആഗ്രഹിച്ചത് സംഭവിച്ചു. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ വെട്ടിമുറിക്കപ്പെട്ടു. ബംഗ്ലാദേശ് ഒരു രാജ്യമായി തീർന്നതിന് ശേഷം പാകിസ്ഥാൻ സൈന്യം നടത്തിയിട്ടുള്ള അക്രമങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയും നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയും ഒരു ട്രൈബ്യൂണൽ ഉണ്ടാക്കി. ആ ട്രൈബ്യൂണൽ കുറെ കുറ്റപത്രങ്ങൾ ഉണ്ടാക്കി. ആ കുറ്റപത്രങ്ങളൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ മുജീബുർ റഹ്മാൻ പറഞ്ഞു, അന്ന് യുദ്ധക്കുറ്റവാളികളായിട്ടുള്ള സൈനിക പ്രവർത്തകർക്കും അന്ന് അവർക്ക് അനുഭവം മൂലം പ്രകടിപ്പിച്ച ആളുകൾക്കും ഞാൻ പൊതു മാപ്പ് നൽകുന്നു എന്ന് പറഞ്ഞ് മാപ്പ് നൽകി. ഈ സൈന്യത്തെ സഹായിച്ചവരുടെ
ലക്ഷ്യമെന്താണ്? പാകിസ്ഥാൻ ഒരു അഖണ്ഡ പാകിസ്ഥാനായി നിലനിൽക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവരുടെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ദേശീയതയ്ക്ക് വേണ്ടിയുള്ള ഒരു നിലനിൽപ്പായിരുന്നു അത്. പക്ഷേ ആ കുറ്റം ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കി. ആ കുറ്റപത്രം പിന്നെ വർക്ക് ചെയ്തില്ല. അതിനു മുമ്പ് എല്ലാവർക്കും പൊതുമാക്കും. എത്ര വർഷമായി? 71 ശേഷം പല കക്ഷികളും അവിടെ മാറി മാറി ഭരിച്ചു. ഇപ്പോൾ തീവ്രവാദ സംഘടനയായി മുദ്രകുത്തപ്പെട്ടിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് എന്ന് പറയുന്ന കക്ഷി, ആ കക്ഷിയും പല ഘട്ടത്തിൽ ബംഗ്ലാദേശിലെ ഭരണകൂടത്തിൽ പങ്കാളികളായിട്ടുണ്ട്. വിവിധ കക്ഷികളുടെ കൂടെ പങ്കാളികളായിട്ടുണ്ട്. ബംഗ്ലാദേശിലെ 25% ജനങ്ങളുടെയും പിന്തുണയുള്ള ഒരു പ്രസ്ഥാനമാണ് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. എന്നിട്ടും അതിന്റെ നേതാവായ അബ്ദുൽ ഖാദർ മുല്ലയെ നിഷ്കരണം തൂക്കിക്കൊല്ലാൻ കഴിഞ്ഞു. എന്താ കുറ്റം? ഈ അബ്ദുൽ ഖാദർ മുല്ല എന്ന് പറയുന്ന മനുഷ്യൻ 1971 അത്തരം ഒരു സമരത്തിലും യുദ്ധത്തിലും ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രാപ്തനായിരുന്ന ഒരാളെയായിരുന്നില്ല. 71 കഥയാണിത്. എന്നിട്ട് ആ പട്ടാളക്കാർ ചെയ്തു എന്ന് ഇവർ ആരോപിക്കുന്ന ബലാത്സംഗം, ഭവനവേദനം, കൊള്ള, കൊള്ളിവെപ്പ്, ആക്രമണം, കൊല തുടങ്ങിയിട്ടുള്ള എല്ലാ കുറ്റങ്ങളും ഈ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആളുടെ മേൽ ചുമത്തിയിരിക്കുകയാണ്. അങ്ങനെ സൈന്യം ചെയ്തോ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ചെയ്തു എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ചെയ്തതായി ആരോപിക്കുന്നു. ഈ ആരോപണം ആര് ചെയ്തതാണ്? പാകിസ്ഥാൻ സൈന്യം ചെയ്തതാണ്. ആ സൈന്യത്തോട് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അത്രയൊന്നും പ്രാപ്തി ഉണ്ടായിരുന്നില്ലാത്ത അബ്ദുൽ ഖാദർ മുല്ല എന്ന് പറയുന്ന ആൾക്കെതിരെ ആ കുറ്റം ചുമത്തുകയും എന്നിട്ട് അദ്ദേഹം കൊലക്ക് വിധേയനാവുകയും ചെയ്തു. വധശിക്ഷയ്ക്ക് വിധേയനാവുകയും. ബംഗ്ലാദേശികളായ ആളുകളെ കുവൈത്തിൽ ചെന്നപ്പോൾ ഞാൻ സംസാരിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രം? അന്ന് അദ്ദേഹം കുറ്റു ചെയ്യുകയായിരുന്നു. അവർ പറഞ്ഞു, ഇങ്ങനെ ഒരു അബ്ദുൽ ഖാദർ മുല്ല അന്ന് ട്രൈബ്യൂണൽ തയ്യാറാക്കിയിട്ടുള്ള പ്രതിപട്ടികയിൽ പോലുമില്ല. വേറെ ഏതോ ഒരു അബ്ദുൽ ഖാദർ ഉണ്ട്, അദ്ദേഹം മരിച്ചുപോയിട്ടുണ്ട്. ആ അബ്ദുൽ ഖാദറിനെതിരായിട്ടുള്ള പ്രതിപട്ടികയിലുള്ള എല്ലാ സംഗതികളും ഇദ്ദേഹത്തിന്റെ മേൽ ചുമത്തുകയും ഒരു വിചാരണ പോലും ഇല്ലാതെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയുമാണ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ വരുന്നു ഈ ധൈര്യം? ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെ വരുന്നു ഈ ധൈര്യം? എവിടെ നിന്നാണ് കിട്ടുന്നത് ഈ ധൈര്യം? ആ ധൈര്യം കിട്ടുന്നത് വാർ ഓൺ ടെറർ. ഇസ്ലാമിന്റെ ഏതെങ്കിലും അംശമുള്ള ഒരു കക്ഷിയുണ്ടോ, ആ കക്ഷി തീവ്രവാദിയാണ്, ഭീകരവാദിയാണ്. അയാളെ കൊന്നിട്ടല്ലാതെ ഈ ലോകം രക്ഷപ്പെടുകയില്ല എന്ന് അമേരിക്കയും ഇസ്രയേലും മൊസാദും സിഐഎയും ചേർന്ന് ലോകത്തുണ്ടാക്കിയിട്ടുള്ള പ്രചാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരാളോട് സംസാരിക്കാൻ, ബംഗ്ലാദേശിലെ കാര്യം സംസാരിക്കാൻ ഒരു പത്രപ്രവർത്തകനോട്, ഒരു ബുദ്ധിജീവിയോട്, ഒരു മനുഷ്യാവകാശ പ്രവർത്തകനോട് സംസാരിച്ചാൽ അയാൾ പറയും, ഇവൻ വലിയ കുഴപ്പക്കാരാണ്. കാരണം ആ യുദ്ധത്തില് ഇവൻ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ഈ അബ്ദുൽ ഖാദർ മുല്ലേ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 90 വയസ്സുള്ള ഗുലാം അഹമ്മദ് എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് 90 കൊല്ലത്തിനാണ്. 90 കൊല്ലം അദ്ദേഹത്തോട് കാരുണ്യം കാണിച്ചതാണ്. വധശിക്ഷ നടപ്പാക്കാണ്ട് വയസ്സായല്ലോ, ഇനി 90 കൊല്ലം ശിക്ഷിച്ചതാണ്. അദ്ദേഹത്തിന് 90 വയസ്സ് കഴിഞ്ഞു. എങ്ങനെ കഴിയുന്നു? എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി ഈ തരം അക്രമകാരികളായ ഭരണാധികാരികളെ പിന്തുണക്കാൻ സാമ്രാജ്യത്വ ശക്തികളുണ്ട് എന്നതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഒരു പുനരാലോചനക്കും പുനർവിചിന്തനത്തിനും അവസരം കണ്ടെത്തേണ്ടത്. ഇത് ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന കഥയാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതിന് ഫലമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്നനുഭവിക്കുന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എന്നനുഭവിക്കുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നനുഭവിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മളൊരു ആലോചന നടത്തുമ്പോൾ നമ്മുടെ മുമ്പാകെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇന്ന് എത്ര ചെറുപ്പക്കാരുണ്ട് ഇന്ത്യയിൽ, മുസ്ലിം ചെറുപ്പക്കാരായിട്ട് ജയിലിൽ, നിരപരാധികൾ. അബ്ദുൽ നാസർ മഅദനിയെ ചിലപ്പോൾ സന്ദർശിക്കാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് ജയിലിലുള്ള എല്ലാ ആളുകളെയും കാണും. ഒരു 10-20 ചെറുപ്പക്കാരുണ്ട് അവിടെ കിടക്കുന്നു.
കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ ബംഗളൂരു കിടക്കും, ഹുബ്ലിയിൽ വേറെ ആൾക്കാർ കിടക്കുന്നുണ്ട്, കോയമ്പത്തൂർ വേറെ ആൾക്കാർ കിടക്കുന്നുണ്ട്, മധ്യപ്രദേശിൽ കിടക്കുന്നുണ്ട്. കേരളീയരായിട്ടുള്ള ആളുകൾ ജയിലിൽ. ഇവരുടെ കൂട്ടത്തിൽ അബ്നോർമൽ ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അവരെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, കുറച്ചു പേരുണ്ടാവും. അതേ അവസരത്തിൽ മഹാഭൂരിഭാഗവും നിരപരാധികളായിട്ടുള്ള ചെറുപ്പക്കാരാണ്. ഈ ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായ അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു നല്ല പഠനം ഈ വിഷയത്തിൽ നടത്തും. നല്ല പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും വളരെ നിഗൂഢമായ സ്വഭാവത്തിൽ പുറമെ നിന്നുള്ള ആസൂത്രണത്തിന്റെ ഫലമായിട്ടാണ് ഈ സംഭവങ്ങൾ ഓരോന്നും സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റി. എന്തിനാ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത്? അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് അദ്ദേഹം പാർലമെന്റ് ആക്രമണത്തിൽ പങ്കാളിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. പാർലമെന്റ് ആക്രമണത്തിൽ പങ്കാളിയായതുകൊണ്ട് അദ്ദേഹത്തെ തൂക്കിലേക്കണം. തൂക്കിലേക്ക് ഏറ്റുക എന്നുള്ളത് ഈ രാജ്യത്തിന്റെ പൊതുവികാരമാണ്. കളക്റ്റീവ് കോൺഷ്യസ് എന്ന പദമാണ് പ്രയോഗിച്ചത്. ജനങ്ങളിലെ ഓരോ മനുഷ്യരും, ഇന്ത്യക്കാരൻ വിചാരിക്കുന്നു അഫ്സൽ ഗുരുവിനെ തൂക്കിലേക്കണം എന്ന് വിചാരിക്കുന്നുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നുണ്ടാവും. കോടതിയുടെ വായന ശരിയായി. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ എങ്ങനെ എത്തി? എന്താ ഈ അഫ്സൽ ഗുരുവിന്റെ പങ്കാളിത്തം? അഫ്സൽ ഗുരുവിന്റെ പങ്കാളിത്തം കാശ്മീരിൽ നിന്ന് മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ഒരാളെ, ഈ പാർലമെന്റ് സ്ഫോടനത്തിൽ പങ്കാളിയായ ഒരാളെ, പാർലമെന്റ് ആക്രമണത്തിൽ പങ്കാളിയായ ഒരാളെ കാശ്മീരിൽ നിന്ന് ഡൽഹിയിൽ എത്തിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം. ശരിയാണ്. അങ്ങനെ അഫ്സൽ ഗുരു ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തൂക്കിലേറ്റുകയല്ലാതെ ഒരു നിവൃത്തിയില്ല. കാരണം ഇന്ത്യൻ പാർലമെന്റിനെ ആക്രമിക്കാൻ വേണ്ടി കാശ്മീരിൽ നിന്ന് ഒരുങ്ങി പുറപ്പെടുന്ന ഒരു മനുഷ്യനെ അവിടുന്ന് സ്വീകരിച്ച് ഡൽഹിയിൽ എത്തിച്ച് അയാൾക്ക് താമസ സൗകര്യം ചെയ്തു കൊടുത്തു എന്നുള്ളത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തൂക്കിലേറ്റപ്പെടുന്നു. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മുഹമ്മദ് യാസീനെ കാശ്മീരിൽ നിന്ന് സ്വീകരിക്കുകയും ഡൽഹിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് സമ്മതിച്ചതാണ്. പക്ഷെ അദ്ദേഹം സമ്മതിച്ച കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ് ഇയാളെ എന്നെ ഏൽപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇദ്ദേഹത്തെ ഡൽഹിയിൽ എത്തിച്ചത്. അദ്ദേഹം ആരെ ഏൽപ്പിക്കാൻ പറഞ്ഞുവോ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഒരു പട്ടാളക്കാരനിൽ നിന്ന് മറ്റൊരു പട്ടാളക്കാരനിലേക്ക് എത്തിക്കുന്ന ഒരു കണ്ണി മാത്രമായിരുന്നു ഞാൻ. അയാൾ എന്തിനു വന്നു, എന്താവശ്യത്തിന് വന്നു എന്ന് എനിക്കറിയില്ല. അറിയുന്നത് ഈ ദേവീന്ദർ സിംഗ് എന്ന പട്ടാളക്കാരനാണ്. പിന്നെ അയാളെ ഇവിടെ സ്വീകരിച്ച എനിക്ക് പറയാനറിയാത്ത ആൾക്കാണ്. ആരാണ് ഈ ദേവീന്ദർ സിംഗ്? അദ്ദേഹം തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, കാശ്മീരിലെ ഏറ്റവും പ്രസിദ്ധമായ പട്ടാള ബാരക്ക് നടത്തിയിരുന്ന ആളാണ് ഞാൻ. ഏതൊരുവരെയും എന്റെ മുന്നിൽ കണ്ട് കൊണ്ടുവന്നാൽ ഞാൻ അവനോട് അവന്റെ ഉള്ളിലുള്ള മുഴുവൻ വിവരങ്ങളും തിരഞ്ഞെടുത്തിട്ടില്ലാതെ വിടൂല. അതിന് എല്ലാ പീഡനമുറകളും ഞാൻ സ്വീകരിക്കാറുണ്ട്. എന്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഞാൻ അടിക്കാറുണ്ട്, ചുടുവെള്ളത്തിൽ മുക്കാറുണ്ട്, ഐസ് വെക്കാറുണ്ട്. ഞാൻ ജനനേന്ദ്രിയത്തിലൂടെ ചുട്ടുപഴുത്ത കമ്പി കയറ്റാറുണ്ട്, നഖത്തിനുള്ളിലൂടെ കമ്പി കയറ്റാറുണ്ട്. ഇങ്ങനെയുള്ള ക്രൂരതകൾ ചെയ്ത് ഞാൻ വിവരങ്ങൾ പുറത്തെടുക്കാറുണ്ട് എന്ന് പറയുന്ന ക്രൂരനായ ഒരു പട്ടാളക്കാരനായ ദേവീന്ദർ സിംഗിൽ നിന്ന് ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് വേറൊരാളെ ഏൽപ്പിച്ചു എന്ന കുറ്റമാണ് ഇദ്ദേഹം ചെയ്തത്. കുറച്ചു കാലം മുമ്പ് തന്നെ പട്ടാളക്കാർ എന്ന് പറയുന്നതോ അത് ചെയ്യാൻ ബാധ്യസ്ഥമാകുന്ന വിധത്തിൽ ഇദ്ദേഹത്തെ ഈ പട്ടാളക്കാരൻ കൈകാര്യം ചെയ്തിട്ടുമുണ്ട് എന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോ
അപ്പോൾ ആരാണ് പാർലമെന്റ് ആക്രമണം ആസൂത്രണം ചെയ്തത്? അന്ന് തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആരും ഒരു മറുപടി പറഞ്ഞിട്ടില്ല. ആരാണ് ഇത് ആസൂത്രണം ചെയ്തത്? അഫ്സൽ ഗുരു ആസൂത്രണം ചെയ്തതാണോ? ലഷ്കർ-എ തയ്യബ ആസൂത്രണം ചെയ്തതാണോ? ജയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്തതാണോ? ഈ രണ്ട് സാധനങ്ങൾ തന്നെ എന്താണ്? ആരാണ്? എവിടെയാണ്? ആരാണ് ഇതിനെ പ്ലാൻ ചെയ്തത്? ഇത് പ്ലാൻ ചെയ്യാനുള്ള വിദ്യാഭ്യാസം ലോകത്തെ ഏത് ഏജൻസിയാണ് ഇന്ത്യയിലെ ഇന്റലിജൻസ് ബ്യൂറോവിന് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ പഠന വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. ചെറിയ കാര്യമല്ല, വലിയ കാര്യം. 6 പേര് ആ ആക്രമണ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ 5 പേരുടെ മൃതദേഹം മാത്രമാണ് കണ്ടത്. 6ാമത്തെ ആളുടെ മൃതദേഹം കണ്ടിട്ടില്ല. നല്ല സൈനിക സെക്യൂരിറ്റിയുള്ള ഒരു പ്രദേശത്ത് കൂടെ ഒരു ഐഡന്റിറ്റി കാർഡ് ഇങ്ങനെ കാണിച്ച് പാർലമെന്റിന്റെ പ്രധാന കവാടത്തിന് അടുത്തുവരെ എത്തുവാൻ എങ്ങനെ സാധിച്ചു? ഈ 6ാമത്തെ ആൾ ആരായിരുന്നു എന്ന ചോദ്യങ്ങൾക്ക്, അന്ന് ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും ഇന്നേ വരെ മറുപടി പറഞ്ഞിട്ടില്ല. അഫ്സൽ ഗുരുവിനെ തൂക്കിലേക്കി എന്ന് മാത്രമല്ല, ആ തൂക്കിലേക്കിയത് മൂലം ദേശീയ വികാരത്തെ ഊതിക്കത്തിക്കുകയും ആ ദേശീയ വികാരത്തിന്റെ എതിർപക്ഷത്തേക്ക് മുസ്ലിം സമൂഹത്തെ മുഴുവൻ മാറ്റുകയും ചെയ്തു എന്നുള്ള ഒരു പ്രക്രിയ ഇവിടെ മീഡിയയും കൂടി ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ സംജോത എക്സ്പ്രസ് സ്ഫോടനം, ആ സ്ഫോടന പരമ്പരകൾ മുഴുവൻ എടുത്ത് പരിശോധിച്ച് നോക്കൂ. പിന്നെ ഇസ്രത് ജഹാൻ സംഭവം, മാലിഗാവ് സ്ഫോടനം, മക്ക മസ്ജിദ് സ്ഫോടനം, ഏത് സ്ഫോടനവും ആസൂത്രണം ചെയ്യുന്നത് ഒരൊറ്റ പാറ്റേണിലാണ്. ഇത് ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ ചാര സംഘടനകളുടെ പരിശീലനം സിദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അവരുകൂടി പങ്കാളികളായതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ പട്ടാളവും ഇന്ത്യയിലെ ഇന്റലിജൻസ് ഏജൻസികളും ചെയ്യുന്ന ഏർപ്പാടുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്ന് പറയുന്ന ഈ ഭീഷണി, ആ ഭീഷണി ഈജിപ്തിന് ബാധകമായതാണ്, ഫലസ്തീന് ബാധകമായതാണ്, ചെച്ചനിയക്ക് ബാധകമായതാണ്, തുണീഷ്യക്ക് ബാധകമായതാണ്, ഉറുദുഖാന് ബാധകമായതാണ് എന്ന് നമ്മൾ വിചാരിച്ച് സമാധാനിക്കേണ്ട. നമുക്കും ബാധകമായിട്ടുള്ളത്. എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു മകൻ ഭോപ്പാലിന് ഒരു ആവശ്യത്തിന് പോയിരുന്നു. അദ്ദേഹം ഇന്നലെ രാവിലെ എന്നോട് പറഞ്ഞു, സമയമായിട്ടും കാണുന്നില്ല, 2 ദിവസം മുമ്പ് അവൻ ഇവിടെ എത്തേണ്ടതാണ്, ഫോണും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ ബേജാറായിപ്പോയി. കാരണം ഭോപ്പാൽ എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. ഈ മധ്യപ്രദേശിൽ എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ അകാരണമായി എന്തോ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറസ്റ്റിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ IT രംഗത്തുള്ള ചെറുപ്പക്കാർ ഇവിടെ ചെന്നപ്പോൾ ഹുബ്ലി ഗൂഢാലോചന എന്ന് പറഞ്ഞൊരു ഗൂഢാലോചന കേസുണ്ട്. ആ കേസിൽപ്പെട്ട 6 പേരെ കണ്ടു. 2 എഞ്ചിനീയർമാർ, 2 ഡോക്ടർമാർ, 2 ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ ഉൾക്കൊള്ളുന്ന 6 ആൾ. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും വളർച്ചയോ പുരോഗതിയോ ഉണ്ടാകുമ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏർപ്പാട്. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു ഏർപ്പാട് നമ്മുടെ സമൂഹത്തിൽ വളർന്നു. ഇതിന് ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയം. കാരണം എന്താണെന്ന് വെച്ചാൽ, പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി ഇവരെല്ലാം ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, അന്യായമായ രൂപത്തിൽ മുസ്ലിം ചെറുപ്പക്കാർ ഒരുപാട് ജയിലുകളിൽ ഉണ്ട് എന്നവരെല്ലാവരും പറയുന്നില്ല. അവർക്കതിൽ വിഷമമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് വിഷമമുണ്ട്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വിഷമമുണ്ട്, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും. പക്ഷെ എന്തുകൊണ്ട് ഇതവർക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും താഴെ തട്ടിൽ ഇത് തന്നെ വീണ്ടും വീണ്ടും ആരംഭിക്കുന്നു, തുടരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുകളിലുള്ള ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന നിയമനിർമ്മാണ സഭകളുടെയും ഗവൺമെന്റിന്റെയും താഴെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു മസ്ബൂത്തായ ഒരു സംവിധാനം, അതിൽ ജുഡീഷ്യറി വരും, എക്സിക്യൂട്ടീവ് വരും, അതുപോലെ പോലീസ് വരും, എല്ലാം വരുന്ന ഒരു സംവിധാനം. അതിനാണ് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ ഡീപ് സ്റ്റേറ്റ് കുടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ വാർ ഓൺ ടെറർ എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള മുസ്ലിം വിരുദ്ധത. ആ മുസ്ലിം വിരുദ്ധത കുടിപ്പിക്കപ്പെട്ടു എന്നതുകൊണ്ട് അതിൽ
നിന്ന് രക്ഷപ്പെടാൻ ഗവൺമെന്റുകൾക്ക് സാധ്യമാകുന്നില്ല. ഗവൺമെന്റ് പോളിസി മറിച്ചെടുത്താൽ പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇതാണ് ലോകത്ത് ഇസ്ലാമിക സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് ഞാൻ മനസ്സിലാക്കി. എന്തുകൊണ്ട് ഡീപ് സ്റ്റേറ്റിൽ ഇങ്ങനെയുള്ള ഒരു മനോഭാവം നിലനിൽക്കുന്നു? ഡീപ് സ്റ്റേറ്റിൽ ഇങ്ങനെയുള്ള ഒരു മനോഭാവം നിലനിൽക്കുവാനുള്ള കാരണം, നമ്മുടെ രാജ്യം അമേരിക്കയുമായി ഇസ്രായേലുമായി ഒരുപാട് കരാറുകൾ ഉണ്ടാക്കിയിട്ട്, നൂറുകണക്കിന് കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ നൂറുകണക്കിന് കരാറുകളുടെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ ആ കരാറുകൾ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരായിട്ടുള്ള പരസ്പര ധാരണയുടേതായ കരാറുകളാണ്. അത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ട്, ഇന്ത്യയും ഇസ്രായേലും തമ്മിലുണ്ട്. ഈ കരാറുകളൊക്കെ ഇങ്ങനെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ ഈ കരാറുകളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ഒരു ത്രികക്ഷി അച്ചുതണ്ട് ലോകത്ത് രൂപപ്പെടുത്തു വരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിയിരിക്കും. അമേരിക്കയും ഇസ്രായേലും ഇന്ത്യയും ചേർന്ന ഒരു അച്ചുതണ്ട്. ഒരു പക്ഷേ ഫാസിസ്റ്റ് ശക്തികൾ ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി ഈ അച്ചുതണ്ട് ലോകത്തിലെ തന്നെ ശ്രദ്ധേയമായ ഒരു അച്ചുതണ്ടായി മാറും. ഈ അച്ചുതണ്ടിന്റെ മെയിൻ എയിം എന്താണ് എന്ന് ചോദിച്ചാൽ ആ എയിം ലോകത്ത് മുസ്ലിം വിരുദ്ധത എന്ന ഒരാശയം ആയിരിക്കുകയും ചെയ്യും. അതിനുള്ള എല്ലാ അടിയൊഴുക്കുകളും ഈ കരാറുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാരെ മൊസാദ് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മൊസാദിന്റെ പരിശീലനം തീവ്രവാദത്തെ നേരിടാനുള്ള പരിശീലനം. തീവ്രവാദത്തെ നേരിടാനുള്ള പരിശീലനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തീവ്രവാദി വരുമ്പോൾ അയാളെ വെടിവെച്ചു കൊല്ലാനുള്ള പരിശീലനമല്ല. തീവ്രവാദം എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽ നട്ടുപിടിപ്പിക്കുക, എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൽ ഇത് വളർത്തിക്കൊണ്ടുവരിക, എങ്ങനെയാണ് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് മീഡിയയെ തിരിച്ചുവിടുക, എന്നിട്ട് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധത ജനങ്ങളിൽ വളർത്തുക, എന്നിട്ടെങ്ങനെയാണ് അവരെ വെടിവെച്ചു കൊള്ളുക. ഇതാണ് പഠനം. അല്ലാതെ ഉള്ള ഒരു തീവ്രവാദത്തെ വെടിവെച്ചു കൊല്ലുക, ഇല്ലാത്ത തീവ്രവാദത്തെ മുസ്ലിം സമൂഹത്തിൽ പ്ലാൻ ചെയ്ത് അത് വളർത്തിയെടുത്ത് അതിനെ വികസിപ്പിച്ച് അത് മീഡിയയിൽ ചർച്ചാ വിഷയമാക്കി അതിന് വിരുദ്ധമായിട്ടുള്ള ജനവികാരം വളർത്തി ആ ജനവികാരം വളർത്തിക്കൊണ്ട് വ്യക്തികളെയോ കൂട്ടങ്ങളെയോ വെടിവെച്ചു കൊല്ലുകയും ജയിലിലടക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിന്റെ പരിശീലനമാണ് ഇന്ന് നടക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഇതിൻ്റെതായ ലക്ഷണങ്ങൾ എത്രയുണ്ട്. നമ്മൾ ആര് സംസാരിക്കുമ്പോഴും ഒരു ആഭ്യന്തരമന്ത്രി സംസാരിക്കുമ്പോൾ അയാൾക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ലഷ്കർ-ഇ തയ്യിബയും കേരളവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. എന്ത് ലഷ്കർ-ഇ തയ്യിബ, എന്ത് കേരള ബന്ധം, ആരത് ഉണ്ടാക്കുന്നു, എവിടുന്ന് വരുന്നു, ഇവിടുന്ന് ആരാണ് ഹൈദരാബാദിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഹൈദരാബാദിൽ നിന്ന് എങ്ങനെയാണ് ജീവനോടുകൂടിയാണോ അല്ലാതെയാണോ അവരെ കാശ്മീരിൽ എത്തിക്കുന്നത്, ആരാണ് അവരെ വെടിവെച്ചു കൊല്ലുന്നത്, ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ലതും പറയാം, എനിക്ക് വല്ലതും പറയാം. പക്ഷേ ലഷ്കർ-ഇ തയ്യിബയും കേരളവും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ നേരിടേണ്ടി വരുന്നു. തീരദേശത്ത് സൈന്യത്തെ നിയോഗിക്കണം, തീരദേശത്ത് പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് സ്റ്റേഷൻ മുട്ടിലുണ്ടാകണം. കാരണം എന്താണ്? വരില്ലേ കടലിലൂടെ ആൾക്കാർ. ഈ മനോഭാവം എങ്ങനെ വികസിക്കുന്നു എന്ന് നമ്മൾ അറിയാം. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു 4-5 പോയിന്റുകളിലായി അവസാനം വേണം. ആദ്യം പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ വിദ്യാർത്ഥികളായ ചെറുപ്പക്കാരെ ഞാൻ കുറച്ചേ കാണുന്നു, അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അവരെ നമ്മൾ സന്തുലിതമായി വളർത്തും. ഒരു തരത്തിലുള്ള അസന്തുലിതത്വവും അവരുടെ ചിന്തയിലോ വികാരത്തിലോ വരാതിരിക്കാൻ കഴിയും. എന്ത് അസന്തുലിതത്വം അവരിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ ഏജൻസി നോട്ട് ചെയ്യുന്നുണ്ട്, അവരെ തെറ്റായ വഴിക്ക് നയിക്കുന്നുണ്ട്, അവരെ കൊണ്ട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നു. അതുകൊണ്ട് സന്തുലിതത്വം തെറ്റി കുട്ടികൾ പെരുമാറുമ്പോൾ നമ്മൾ അത് ആരാധനയിൽ അസന്തുലിതമാകാം, ഒരു മിനിമം ദീന്, ഒരു മിഡിൽ ദീനൊക്കെ പോരാ, ദീനങ്ങൾക്ക് കൂടുന്നു, അല്ലെങ്കിൽ ജിഹാദി സ്പിരിറ്റ് കൂടുന്നു. എന്ത് അധികം
ചേരുവ വരുന്നുണ്ടെങ്കിലും അവരൊന്നും, കാരണം അവര് വഴിതെറ്റിക്കപ്പെടാൻ ഉള്ള ഒന്ന്. രണ്ടാമത്തെ സംഗതി, ഇസ്ലാം യഥാർത്ഥത്തിൽ തീവ്രവാദത്തിന്റെ മതമല്ലല്ലോ, യഥാർത്ഥത്തിൽ തന്നെ അല്ലല്ലോ, ഭീകരവാദത്തിന്റെ മതമല്ലല്ലോ. അത് സ്നേഹത്തിന്റെ മതമാണ്, സമാധാനത്തിന്റെ മതമാണ്, സൗഹാർദ്ദത്തിന്റെ മതമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെന്റിനോടോ ഇന്ത്യയിലെ ഹൈന്ദവ ജനവിഭാഗങ്ങളോടോ നമുക്ക് ശത്രുത ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല. കാരണം അവരൊക്കെ നിരപരാധികളാണ്. അവർ വിചാരിക്കുമോ ഈ രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക എന്നതാണ് ഈ രാജ്യത്തിന് ഗുണമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണാധികാരി ഉണ്ടോ? ഇവിടെ ഒരു ഭരണാധികാരിയും ഉണ്ടാവുകയില്ല. അവർ സൗഹാർദ്ദം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിക്കണമെന്നും മുസ്ലിങ്ങൾ രാജ്യത്തിന്റെ ശത്രുപക്ഷത്ത് നിലയുറപ്പിക്കപ്പെടണമെന്നും എന്നിട്ട് രാജ്യം ദുർബലമാകണമെന്നും ആഗ്രഹിക്കുന്ന വിദേശ ശക്തികളുണ്ട്. ആ വിദേശ ശക്തികളോടുള്ള ശത്രുത നമുക്കുണ്ട്. അതേ അവസരത്തിൽ സ്വദേശത്തോടോ ദേശീയ ജനവിഭാഗങ്ങളോടോ ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തോടോ ഉള്ള ഒരു ശത്രുതയും നമുക്കില്ല. നമ്മൾ സൗഹാർദ്ദത്തിന്റെ വിശാലമായിട്ടുള്ള വാതിലുകൾ തുറന്നിട്ടുകൊണ്ട് സ്നേഹപ്രകടനം നടത്തും. ഈ മഹല്ല് ജമാഅത്തിന്റെ ഈ വേദിയിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ എനിക്കതിൽ വലിയ അഭിമാനമാണ്. കാരണം ഈ വേദി സൗഹാർദ്ദത്തിന്റെ ഒരു വേദി. കമലാശ്രീയുടെ നമസ്കാരം ഇവിടെ നടന്നു, മയ്യത്ത് നമസ്കാരം. ഇവിടെ അന്ത്യവിശ്രമം പുള്ളിയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആ വിശാലത, ഹൈന്ദവ സമൂഹത്തോടും ക്രൈസ്തവ സമൂഹത്തോടും കാണിച്ചിട്ടുള്ള വിശാലത, ഞാൻ പറയുന്നത് ആ വിശാലത ഒരിക്കലും നിങ്ങൾ നിലനിർത്തുക. അത് മഹല്ല് ജമാഅത്ത് ആ വിശാലത ഒരിക്കലും നിങ്ങൾ നശിപ്പിക്കരുത്. അത് നിലനിർത്തിക്കൊണ്ടുപോകണം. അതിന് വിരുദ്ധമായ ഒരു സമീപനവും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയും. അത് ജമാഅത്തിനോട് മാത്രമല്ല, വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ഇസ്ലാമിന്റെ ആ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും വികാരം പ്രതിഫലിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തീവ്രവാദ ആരോപണം ഇസ്ലാമിക സമൂഹത്തിനെതിരെ വരുന്നു എന്നതുകൊണ്ട് നമ്മൾ തീവ്രവാദികളാവുക എന്നതല്ല. അങ്ങനെയല്ല ഇസ്ലാം എന്നതിന്റെ ഉദാഹരണങ്ങളായി വ്യക്തികളും സമൂഹങ്ങളും മാറുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇസ്ലാമിന്റെ പ്രചാരകരായി നാം മാറണം. ഇസ്ലാമിനെ ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഉൾക്കൊള്ളുകയും അതിന്റെ പ്രചാരകരായി നാം മാറുകയും വേണം. വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കും. ഞാൻ ഇന്ന് കൊട്ടാരത്തിൽ പോയി കവടിയാണ്, അവിടുത്തെ രാജകുമാരിമാരുമായി സംസാരിച്ചു. അവർ ചോദിച്ചു, എന്താ പറ്റുന്നത് നിങ്ങൾ? ഒന്നുമില്ല, മുമ്പൊന്നും കാണാത്ത വിധം നിങ്ങൾ ഈ ബുർഖ എന്ന് പറയുന്ന സാധനം ഇട്ടിട്ട് അവർക്ക് നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഓ, ഇതൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, ആദ്യം നിങ്ങൾക്ക് വ്യത്യസ്ത മതസമൂഹങ്ങളെ ബഹുമാനിക്കാനും അവരെ ആദരിക്കാനുമുള്ള ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. കേരളത്തിന് അത് സംഭാവന ചെയ്ത വിവിധ രാജവംശങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു രാജവംശമാണ് തിരുവനന്തപുരത്തെ രാജവംശം. ആ വിശാലത നിങ്ങൾ ഉൾക്കൊള്ളും. മുസ്ലിം സ്ത്രീകൾ ഈ ബുർഖ ധരിക്കുന്നു എന്നതുകൊണ്ട് അവർ ഭീകരവാദികളോ തീവ്രവാദികളോ ആയി തീരുകയല്ല. മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ ഏതെങ്കിലും വസ്ത്രം കൊണ്ട് മറക്കണമെന്നത് ഒരു റിലീജിയസ് ടീച്ചിങ് ആണ്, ഒരു മതപരമായ പാഠം. ആ മതപരമായ പാഠവുമായി അവർ ഏറ്റവും അടുക്കുന്നു എന്നുള്ളത് സന്തോഷകരമായി കാണാനുള്ള ഒരു പൈതൃകം നിങ്ങൾക്കുണ്ട്. ആ പൈതൃകം നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഞാൻ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് തീവ്രവാദത്തിന്റെ പ്രതീകമായിട്ട് അവരുടെ മനസ്സിൽ അടിച്ച് ഏൽപ്പിക്കുവാൻ മീഡിയകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ പ്രകാശനം ചെയ്യുക എന്ന പണി നമുക്ക് ചെയ്യാനുള്ള പണി. രണ്ടാമതായി ഞാൻ പറയുന്നത് വിദ്യാഭ്യാസം. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഇനിയും ശ്രദ്ധിക്കണം. എല്ലാ കുട്ടികൾക്കും നല്ല വിദ്യാഭ്യാസം ഉണ്ടാവണം. നമ്മുടെ തലമുറകൾ അങ്ങനെ വളരും. മൂന്നാമത്തെ സംഗതി എന്താണെന്ന് വെച്ചാൽ, ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ ഉള്ള പ്രോത്സാഹനം നമ്മുടെ സമൂഹങ്ങൾ നൽകണം. അതിങ്ങനെ
അവാർഡുകളും പ്രേരണകളും പിന്തുണകളും ആഭരണങ്ങളും കൊടുത്തുകൊണ്ട് ഒരാൾ മുന്നോട്ട് വരുമ്പോഴേക്കും അവരെ മുന്നോട്ട് തന്നെ തള്ളാൻ, എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കും. മൂന്നാമത്തത്, നമുക്ക് പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് വരുമ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, ഇസ്ലാമികന്റെ ഒരു അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഇനിയും നമ്മൾ ചെറുതാണ്. നല്ലൊരു സാമ്പത്തിക ശക്തിയായി നമ്മൾ രാജ്യത്തിന്റെ സമ്പത്ത് വലിച്ച് കൂട്ടുക മുസ്ലിങ്ങൾ എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾ രാജ്യത്തിന് സമ്പത്ത് വികസിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഉൽപ്പാദിപ്പിച്ചു കൊടുത്തുകൊണ്ട് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നേതൃപരമായിട്ടുള്ള പങ്കാളിത്തം നിങ്ങൾക്കുണ്ടാകണമെന്നാണ് മുസ്ലിം സമൂഹത്തോട് പറയുന്നത്. മുസ്ലിം സമൂഹം സാമ്പത്തികമായി വളരുന്നു എന്ന് കേട്ടാൽ ആൾ വിചാരിക്കുക ബാക്കിയുള്ളവരുടെ സമ്പത്തൊക്കെ വലിച്ചു കൂട്ടും എന്നാണ്. അങ്ങനെയല്ല. നിങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഈ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഭവമായി മാറണം. അതിൽ നിങ്ങൾ പങ്കാളികളായി മാറണം. അത് ചാരത്തേക്ക് നീങ്ങിപ്പോകരുത്. ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം. സാമ്പത്തിക പ്രവർത്തനത്തിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടാകണം. എന്നിട്ട് സാമ്പത്തിക പ്രവർത്തനം ഈ രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനവുമായി ചേർന്നുകൊണ്ട് വികസിപ്പിച്ചു കൊണ്ടുവരണം. എന്നിട്ട് നിങ്ങൾ അടർത്തി മാറ്റാൻ കഴിയാത്ത ഒരു സാമ്പത്തിക ശക്തിയായി മാറണം. ബാക്കിയുള്ള ആളുകളും വളരണം, നമ്മളും വളരണം. അങ്ങനെ വളർന്നുകൊണ്ട് പങ്കാളിത്തം, ഇൻക്ലൂസീവ്നെസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ ഞങ്ങൾ ഭരണത്തിൽ പങ്കാളിത്തമില്ലാത്തവരാണ്, ഞങ്ങൾ സമ്പത്തിൽ പങ്കാളിത്തമില്ലാത്തവരാണ്, ഞങ്ങൾ സംസ്കാരത്തിൽ പങ്കാളിത്തമില്ലാത്തവരാണ്, ഞങ്ങൾ കലയിൽ പങ്കാളിത്തമില്ലാത്തവരാണ് എന്ന് എന്നും ഒരു അപകർഷതാബോധത്തിൽ നിൽക്കുന്നതിന് പകരം ഈ രാജ്യത്തിൽ ഞങ്ങൾക്ക് മുമ്പ് പങ്കാളിത്തം ഉണ്ടായിരുന്നു, ഇപ്പോഴും പങ്കാളിത്തമുണ്ട്, ഇനിയും പങ്കാളിത്തം ഉണ്ടാകും. ആ പങ്കാളിത്തത്തോടെ ഈ രാജ്യത്തെ സേവിക്കുവാൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് നീങ്ങുവാൻ കഴിയണം. നമ്മളൊരു ക്ലോസ്ഡ് സൊസൈറ്റി അല്ല. പ്രത്യേകിച്ച് കേരളം അതിന് മാതൃക കാണിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ മുസ്ലിങ്ങൾക്ക് ഒരു ഭാഷയും ഇതര സമൂഹങ്ങൾക്ക് മറ്റൊരു ഭാഷയാണ്. അതുകൊണ്ട് ഇടപഴകുന്നതിൽ വലിയ പരിമിതികളുണ്ട്. പക്ഷെ നമുക്കങ്ങനെയില്ല. നമുക്ക് ഒരേ ഭാഷയാണ്. ഒരേ ഭാഷയായതുകൊണ്ട് ഇടപഴകാം, ആളുകളെ സ്നേഹിക്കാം, സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെതായ ഉദാത്ത മാതൃകകൾ സൃഷ്ടിക്കാം. സാമ്പത്തിക രംഗത്തും കലാരംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള പങ്കാളിത്തത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കാം. എന്നിട്ട് ഈ രാജ്യത്തിന്റെയും ഈ ദേശത്തിന്റെയും ഈ സമൂഹത്തിന്റെയും ഭാഗം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഇവിടെ ഉറച്ചു നിൽക്കാം. നമ്മുടെ പങ്കാളിത്തം ഇങ്ങോട്ട് നൽകാം, നമ്മുടെ അവകാശങ്ങൾ ഇങ്ങോട്ട് നൽകുകയും ചെയ്യാം. ഇതിൽ ഒരു സ്ട്രാറ്റജി നാം സ്വീകരിക്കണമെന്നതാണ് അടുത്തതായി എനിക്ക് പറയാനുള്ളത്. പിന്നീട് നമ്മൾ ഏത് സമയത്തും നമ്മുടെ ഏറ്റവും മൗലികമായ പോയിന്റ് അല്ലാഹു എന്നുള്ള പോയിന്റ്. വ്യക്തിപരമായി അല്ലാഹുവിലേക്ക് നമ്മൾ ഓരോരുത്തരും അല്ലാഹുവിലേക്ക് ഏത് സന്ദർഭത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് ആ ഒരു വിശ്വാസം. ഈജിപ്തിലെ കഥകൾ നിങ്ങൾ കണ്ടു, ബംഗ്ലാദേശിലെ കഥകൾ നിങ്ങൾ കേട്ടു. അവിടെകളിലെല്ലാം ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അവർക്ക് ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നത് അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പരലോകബോധവും സ്വർഗത്തിലുള്ള ആഗ്രഹവും നരകത്തെക്കുറിച്ചുള്ള പേടിയും ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സാക്ഷാൽ പ്രചോദനവും നമ്മുടെ സാക്ഷാൽ ശക്തിയും എന്ന് നമ്മൾ മനസ്സിലാക്കും. ഞാൻ വിചാരിക്കുന്നില്ല അറബ് വസന്തത്തിന് താൽക്കാലികമായ ഏറ്റ തിരിച്ചടി, ആ തിരിച്ചടി മൂലം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിൽ ഒരു പക്ഷേ ഇപ്പോൾ അറബ് വസന്തത്തിന്റെ വേദിയായി തീർന്ന രാജ്യങ്ങൾ മാത്രമല്ല, ആ വേദിയാകുന്നതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള ഭരണങ്ങൾ കൂടങ്ങളടക്കം കടമുഴകി വീഴുന്ന ഒരു രണ്ടാം വസന്തം അധികം താമസിയാതെ വരാനിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിക സാമൂഹ്യ ക്രമത്തെ കുറിച്ചും എനിക്ക് ശുഭപ്രതീക്ഷകളുണ്ട്. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഇസ്ലാമികമായ ഒരു സാമൂഹ്യ ക്രമത്തിന്റെ കാരുണ്യത്തിൽ, ആ കാരുണ്യത്തിന്റെ ശീതളഛായയിൽ ലോകം മുഴുവൻ ജീവിക്കുന്ന
ജീവിക്കുന്ന ഒരു കാലഘട്ടം വരും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇവിടെ അന്ത്യവിഷമം കൊള്ളുന്ന കമലാസുരയ്യ തന്റെ മകൻ നാലപ്പാടിനോട് പറഞ്ഞൊരു വാചകമുണ്ട്. മോനോ, വരാൻ പോകുന്ന ലോകം ഇസ്ലാമിൻ്റെതാണ്. നീ മനസ്സിലാക്കിയ തീവ്രവാദത്തിന്റെ ഇസ്ലാം അല്ല, ഭീകരവാദത്തിന്റെ ഇസ്ലാം അല്ല, മറിച്ച് കാരുണ്യത്തിന്റെ ഇസ്ലാം. ആ കാരുണ്യത്തിന്റെ ഇസ്ലാം ലോകത്തിന് മേൽ തണൽ വിരിക്കുന്ന ഒരു കാലമാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് അവർ ദീർഘവീക്ഷണം ചെയ്തു. ആ ദീർഘവീക്ഷണം അവരുടേത് മാത്രമായി. ആ ദീർഘവീക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ നൂറ്റാണ്ടിലെ നവോത്ഥാന നായകന്മാരുടെ ദീർഘവീക്ഷണം. ആ ദീർഘവീക്ഷണത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവിധ വചനങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവസാനമായി ഇസ്ലാമികമായ സാമൂഹിക ക്രമത്തിന്റെ ശീതളഛായ ലോകം അനുഭവിക്കുന്ന ഒരു കാലം വന്നുകൊണ്ടല്ലാതെ ലോകം അവസാനിക്കുകയില്ല എന്ന പ്രതീക്ഷയിൽ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിന്റെ ഈ ശുഭപ്രതീക്ഷയിൽ ജീവിച്ചുകൊണ്ട് രക്തസാക്ഷികളായി പോയിട്ടുള്ള എല്ലാ ആളുകളുടെയും രക്തസാക്ഷ്യം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ഒരു കാലയളവിൽ അകാരണമായി ജയിലടക്കപ്പെട്ടിട്ടുള്ള എല്ലാ ചെറുപ്പക്കാർക്കും പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും അല്ലാഹു ആശ്വാസവും വിമോചനവും നൽകുമാറാകട്ടെ. ഇതിന്റെ പേരിൽ നരകയാതനകൾ അനുഭവിക്കുന്ന ജനതതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മോചിപ്പിക്കുമാറാകട്ടെ. ഇസ്ലാമിനെ പ്രതിപക്ഷത്ത് നിർത്താനും ജനസമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനും ഒറ്റപ്പെടുത്താനും ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ലോകശക്തികളുടെയും പരാജയം നേരിൽ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകുന്നതാണ്. ആ രാജ്യങ്ങളുടെ കിരാതമായ പിടുത്തത്തിൽ നിന്ന്, സാമ്രാജ്യത്വത്തിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ തന്നെ മോചിപ്പിക്കുവാൻ ലോകത്ത് ഇസ്ലാമിക ശക്തിക്ക്, ഇസ്ലാമിക വിമോചന പോരാട്ടങ്ങൾക്ക് അല്ലാഹു ശക്തി പകരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നന്ദി.